നമ്മളിപ്പോ കുട്ടികളോടുള്ള നമ്മുടെ പെരുമാറ്റത്തെ പറ്റി നമ്മൾ എപ്പോഴും പറയാറുണ്ട്. നോൺ വയലൻസ് കമ്മ്യൂണിക്കേഷൻ കുട്ടികളെ പഠിപ്പിക്കണം, അല്ലെങ്കിൽ ആ രീതിയിലായിരിക്കണം കുട്ടികളോട് പെരുമാറണം എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. ഇപ്പൊ മുതിർന്നവരുടെ കാര്യത്തിലാണെങ്കിലും നമ്മളത് പറയാറുണ്ട്. അപ്പോ എന്റെ ചോദ്യം എന്താന്ന് വെച്ചാൽ, നല്ല രീതിയിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വളർന്ന കുട്ടികൾ പിന്നീട് ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ അല്ലെങ്കിൽ അവർക്ക് കിട്ടിയിരുന്ന സാഹചര്യത്തിന്റെ അപ്പുറത്തുള്ള ഒരു സാഹചര്യം കിട്ടുന്ന സമയത്ത് അവരെങ്ങനെയാണ് അതിനെ എങ്ങനെയായിരിക്കും അതിന് മാനേജ് ചെയ്യാന്നുള്ളത്? അതായത് അവർക്കത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാകുമോ, അതോ മുൻപേ കിട്ടിയിട്ടുള്ള ആ ഒരു രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ഇവർ കുറച്ചും കൂടെ കരുത്തുള്ളവരായി മാറുകയാണോ ചെയ്യുന്നത്? എന്താണ് അവിടെ സംഭവിക്കുക എന്നുള്ളത്? അതായത് ഇപ്പൊ അതിന്റെ ഒരു കാരണം ഇതാണ്. ഇപ്പൊ നമ്മൾ പറയാറുണ്ട്, റോഡ് വക്കിലൊക്കെ കിടന്ന് വളർന്ന കുട്ടികളുടെ ശാരീരികമായിട്ടുള്ള പ്രതിരോധ ശേഷിയെ പറ്റി പറയാറുണ്ട്. സാധാരണ നമ്മൾ വളരെ സുരക്ഷിതമായിട്ട് വളർത്തുന്ന കുട്ടികളുടെ ആരോഗ്യവും അതല്ലാതെ തോന്നിയതുപോലെ വളർന്ന കുട്ടികളുടെ ഒരു പ്രതിരോധ ശേഷിയെ പറ്റി നമ്മൾ പറയാറുണ്ട്. അതേ കാര്യം മാനസിക നിലവാരത്തിൽ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ശേഷിയുടെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണോ സംഭവിക്കുക? അതോ ചെറുപ്പം മുതൽ കിട്ടിയിട്ടുള്ള ഒരു പാരഡൈമിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് നെഗറ്റീവായിട്ടായിരിക്കും പോസിറ്റീവായിട്ടായിരിക്കും? അതായത് നെഗറ്റീവായിട്ട് കിട്ടുന്നവരുടെ കാര്യത്തിലും പോസിറ്റീവായിട്ടുള്ള കിട്ടുന്ന കാര്യത്തിലും എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുക എന്നുള്ളത് ഒരു അറിയാനുള്ള ഒരു ആകാംക്ഷ. ഫിസിക്കലി പോസിറ്റീവ് എങ്ങനെയാ പറഞ്ഞത്? എങ്ങനെ ഫിസിക്കലി പോസിറ്റീവ് ആയിട്ടുള്ളവർ എങ്ങനെ വളർന്നെന്നാ പറഞ്ഞത്? പ്രൊട്ടക്റ്റഡ് ആയിട്ട് വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് വളരുന്ന സമയത്ത് തൊട്ടേനും പിടിച്ചതിന് അസുഖം വരിക, അല്ലെങ്കിൽ പ്രതിരോധ ശേഷി മറ്റു തോന്നുന്നത് പോലെ ഈ എല്ലാ കാറ്റും വെളിച്ചവും മണ്ണും പൊടിയും ഒക്കെ കൊണ്ട് വളരുന്ന കുട്ടികളുടെ അത്രയും പോലും പ്രതിരോധ ശേഷി ഇല്ല എന്നുള്ള രീതിയിൽ അതിന് ഈക്വലന്റ് ആയിട്ടുള്ള സ്പിരിച്വൽ സിറ്റുവേഷൻ ഏതാ? അതിന് ഈക്വലന്റ് ആയിട്ടുള്ള സ്പിരിച്വൽ സിറ്റുവേഷൻ ഏതാ? എനിക്ക് മനസ്സിലായില്ല. ഫിസിക്കലി അങ്ങനെയാണ് ആ കുട്ടികളുടെ രണ്ടുപേരെ പറഞ്ഞു, രണ്ട് എക്സാമ്പിൾസ് പറഞ്ഞു. ഇതിന്റെ ഈക്വലന്റ് ആയിട്ടുള്ള സ്പിരിച്വൽ വെൽ സറൗണ്ടഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിൽ വളർന്ന കുട്ടിയും സ്പിരിച്വലി വളരെ നെഗറ്റീവ് ചെയ്തിട്ടുള്ള ഒരു കുട്ടിയും തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും? പോസിറ്റീവ് നെഗറ്റീവ് എന്നായിട്ട് തന്നെ നമുക്ക് മാറ്റി പറയാൻ പറ്റും. അതായത് എങ്ങനെയായെന്നുള്ളത് പറയണ്ടേ? അതായത് ഒരു സ്പിരിച്വൽ ഇതിൽ സിറ്റുവേഷനിൽ വളർന്ന എന്ന് പറയുമ്പോ ഏതൊരു സിറ്റുവേഷനാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? ആരാ സ്പിരിച്വൽ സിറ്റുവേഷൻ എവിടെയാ? അല്ലെങ്കിൽ ആ കുഞ്ഞു വളരുന്ന സാഹചര്യത്തിൽ ആ സാഹചര്യത്തിൽ ഇന്നത്തെ കുടുംബത്തിലെ സാഹചര്യമല്ലേ പറയുന്നത്? അതെ. അപ്പൊ പിന്നെ അത് എവിടെ സ്പിരിച്വലായി? അവിടെ ഒരു സ്പിരിച്വൽ എന്നുള്ള ഒരു ഐഡിയൽ കണ്ടീഷൻ ഇല്ലല്ലോ. ചോദ്യം ചോദിച്ചപ്പോ നമ്മൾ ഐഡിയൽ കണ്ടീഷനിലാണ് പറഞ്ഞത്. അതിനൊരു ഐഡിയൽ കണ്ടീഷൻ കിട്ടുന്നില്ല. നമ്മൾ ഏതിനെ വെച്ചോണ്ട് റെഫർ ചെയ്തോണ്ടാ പറയുന്നതെന്നുള്ള ഒരു ഐഡിയ കിട്ടുന്നില്ല. കാരണം ഇപ്പം വേറൊരു തരത്തിലെടുക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെ പോലെ വളരുന്ന കുട്ടികളും അല്ലാത്ത കുട്ടികളും വേണമെങ്കിൽ അത് റെയർ കേസസ്. അപ്പൊ അങ്ങനെ വരുന്നുണ്ട്. അതിനകത്ത് ഒരു ഇതും കൂടെ ഉണ്ട്. ഈ സ്ട്രീറ്റ് സ്മാർട്ടായിട്ട് വളരുന്ന പിള്ളേരുണ്ട്. അതും സ്ട്രീറ്റ് സ്മാർട്ട് എന്ന് പറയത്തില്ലേ നമ്മള്, വഴിയില് മറ്റുള്ള ഇതുമായിട്ട് മല്ലടിച്ച്, അതായത് ഇന്നത്തെ സാഹചര്യങ്ങളുമായിട്ട് മല്ലടിച്ച് വളരുന്ന ഒരു ഫാമിലി. ആ ഫാമിലിയിൽ വളരുന്ന കുട്ടികളെ അതുപോലെ വളർന്നു വരികയാണെന്നുണ്ടെങ്കിൽ അവർക്കായിരിക്കും ഒന്നുകൂടെ ഇത്. ഇപ്പൊ നിങ്ങൾ കുറച്ചുകൂടെ പ്രൊട്ടക്റ്റഡ് അവിടെ. അതാണ് ഞാൻ ചോദിക്കുന്നത്. എന്റെ ചോദ്യം അതായിരുന്നു. അത് തന്നെ, അതെനിക്ക് മനസ്സിലായത്. അപ്പൊ ആ ഒരു ഇത് നമ്മൾ അതിനെ ആൻസർ ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളത് അത് ശരിയാ. അതൊരു ക്വസ്റ്റ്യൻ. മനസ്സിലായോ? ചോദ്യത്തെ ഇന്റർപ്രറ്റ് ചെയ്താണ് ഉത്തരം പറഞ്ഞാണോ? അല്ലല്ല, ഉത്തരം പറഞ്ഞില്ല. ചോദ്യത്തെ ഇന്റർപ്രറ്റ് ചെയ്തേയുള്ളൂ. പണി അങ്ങോട്ട് തന്നെ വന്നു. ഓക്കെ, കാര്യം ഇത്രയേ ഉള്ളൂ. ഫിസിക്കലി പാരഡൈം സെറ്റ് ആകുന്നവരെയുള്ള കാലം സേഫ് ആണ്
എന്ന രീതിയിൽ വളരുന്ന കുട്ടി, സേഫാണ് എന്നുള്ള രീതിയിൽ വളരുന്ന കുട്ടി സേഫായി കൊള്ളണമെന്നില്ല. അയാളെ ചുറ്റുപാടുകളുമായിട്ട് പൊരുത്തപ്പെടാൻ പാകപ്പെടുത്തുന്ന ഒരു ബാല്യകാലമാണെങ്കിൽ അവര് വലുതാകുന്ന സമയത്ത് അവര് വളരെ നെഗറ്റീവായിട്ടുള്ള എൻവയോൺമെന്റിൽ പോകുമ്പോഴും അവരുടെ ബേസ് എന്ന് പറയുന്നത്, അവരുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഈ ആദ്യത്തെ പാരഡൈമിന്റെ കാലമായിരിക്കും. കാരണം അവർക്ക് ശുഭീകരിക്കാൻ വളരെ സൗകര്യമായിരിക്കും. അതിപ്പോ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള കുട്ടി എന്ന് വെച്ചപ്പോ തെരുവോരത്ത് വളരുന്ന ഒരു കുട്ടി, ഒരു അലോപ്പതി ഡോക്ടറുടെ കുട്ടി, പിന്നെ നമ്മളെ പോലെ ഈ അവരെ കുറിച്ച് കൺസേൺഡ് ആയി എന്നാൽ അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്ത കുട്ടികള്. ഈ തെരുവോരത്ത് വളർന്ന കുട്ടി എന്ന് പറയുന്നത് പൊട്ടിലും പൊടിയിലും ചളിയിലും ഒക്കെ കിടന്ന് വളർന്ന് വലുതായി വന്നതിന് ശേഷം ആ വരുന്ന സമയത്ത് അവര് ആ ചുറ്റുപാടുമായിട്ട് അനുരൂപപ്പെടാൻ ചെറിയ കാലം മുതലേ പരിശീലിക്കപ്പെടുകയാണ്. അതിനോടൊപ്പം തന്നെ വളരെ റഫായിട്ടുള്ള ആ എൻവയോൺമെന്റില് പൊരുത്തപ്പെടാൻ ഇവർ എടുക്കുന്ന എഫേർട്ട് എന്താണോ ആ എഫേർട്ടിനനുസരിച്ചായിരിക്കും അവരുടെ മെന്റൽ സ്റ്റേറ്റ്, അവരുടെ ഹാൻഡ്ലിംഗ് മെത്തേഡ്, ഇതൊക്കെ ഇവരുടെ ബേസിക് പാറ്റേൺ ആയിട്ട് മാറും. ആ റഫ്നെസ് അവർ ലൈഫ് ലോങ് പിന്തുടരും. അവരുടെ ബേസിക് സ്ട്രക്ചർ ആയിട്ട് അത് മാറും. അവരുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് അവിടെ ആയിരിക്കും. നമ്മള് ഇപ്പൊ അത് ഫിസിക്കൽ ആയിട്ടുള്ള കണ്ടീഷനെ കുറിച്ച് പറഞ്ഞു. അത് ഫിസിക്കൽ ആയിട്ടുള്ള കണ്ടീഷൻ മാത്രമല്ല, ഫിസിക്കൽ കണ്ടീഷനെ അതിജീവിച്ച് പോകണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു മെന്റൽ കണ്ടീഷൻ വേണം. അത് റഫായിരിക്കും. ഒരു സേഫ് എൻവയോൺമെന്റിൽ വളരുന്ന ഒരു കുട്ടി, അവരെ സംബന്ധിച്ചോളം സേഫ്റ്റി മാത്രമാണ്, സേഫ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. അവർക്ക് മെന്റലി അവർ അതിന് ഹൈ ആയിട്ട് പോകേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഇവര് സ്മൂത്ത് ബിഹേവിയറിൽ പോകുന്നവരായിരിക്കും ഭാവിയിൽ. സാധാരണ രീതിയിൽ ഇവരുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് സ്മൂത്ത് ബിഹേവിയർ ആയിരിക്കും. പിന്നെ സീരിയലുകള്, ജീവിതത്തിന്റെ കോമ്പറ്റീഷൻ, സ്കൂളിലൊക്കെ വിടുന്നുണ്ടല്ലോ, ആ സാധനങ്ങളെല്ലാം കൊണ്ട് അങ്ങനെ കയറി വരുമെങ്കിലും ഇവരുടെ ബേസ് എന്ന് പറയുന്നത് ഈ കാമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇവര് ഫൈറ്റ് ചെയ്യാൻ നിൽക്കില്ല. മനസ്സിലല്ലേ? ഇവര് ഫൈറ്റ് ചെയ്യാൻ നിൽക്കില്ല. അവര് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മീഡിയോക്കർ ഓർ മിഡിൽ ക്ലാസ് സൊസൈറ്റിയെ ഫോം ചെയ്യുന്നത് അവരാണ്. അവർ കോമ്പീറ്റ് ചെയ്യില്ല. അവർ ആ സേഫ് സോണിലേ നിൽക്കുള്ളൂ, കംഫർട്ട് സോണിലേ നിൽക്കുള്ളൂ. അതിനപ്പുറത്തേക്ക് പോകില്ല. അതിനപ്പുറത്തേക്ക് പോകുന്ന അവരുടെ ഫ്രസ്ട്രേഷൻസ് മുഴുവൻ അവരുടെ പേഴ്സണൽ ലൈഫിൽ ചില ഭാഗത്ത് അവർ ചെലവാക്കും. ബാക്കിയുള്ളത് അവർ വീണ്ടും സ്മൂത്തൻ ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും. അവരെ സംബന്ധിച്ചോളം ഒരു അസുഖം വന്ന ആശുപത്രിയിൽ പോവുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഉണ്ടാവുള്ളൂ. അതേസമയം നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചോളം അവർക്ക് രണ്ട് എൻവയോൺമെന്റും പറ്റും. സ്മൂത്ത് എൻവയോൺമെന്റും പറ്റും, രണ്ടിന്റെയും എക്സ്ട്രീമിലേക്ക് പോകാൻ പറ്റില്ല അവർക്ക്. സ്മൂത്ത് എൻവയോൺമെന്റിലും അവര് സ്മൂത്ത് ആയിട്ട് ഹാൻഡിൽ ചെയ്ത് പോകും. ഫിസിക്കൽ കണ്ടീഷനും അങ്ങനെ തന്നെ, മെന്റലിയും അവരങ്ങനെ തന്നെയായിരിക്കും. അപ്പൊ എന്തു വന്നാലും 8 വയസ്സ് വരെ അല്ലെങ്കിൽ പാരഡൈം സെറ്റ് ആകുന്നത് വരെയുള്ള ഒരു കാലം ഈ കുട്ടി എന്ത് എൻവയോൺമെന്റിലൂടെ പോകുന്നു ആ എൻവയോൺമെന്റിന് അനുസരിച്ച്, എന്ന് വെച്ചാൽ വളരെ ടഫായിട്ടുള്ള എൻവയോൺമെന്റിൽ പോകുമ്പോൾ ഫിസിക്കലി ഫിറ്റ് ആകുമ്പോൾ മെന്റലി വളരെ റൂഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് അവർ പോകേണ്ടി വരും. അത് റിതം ലോജിക് പോലെ അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് വിചാരിച്ചാൽ മതി. മനസ്സിലായല്ലേ? ടഫായിട്ടുള്ള എൻവയോൺമെന്റിൽ വളരുന്ന കുട്ടികളുടെ മെന്റൽ സ്റ്റേറ്റ് ടഫായിരിക്കും. പക്ഷെ ഈ ടഫ് എൻവയോൺമെന്റിൽ ആകുന്ന സമയത്ത് ഇവർക്ക് ഏത് സിറ്റുവേഷനെയും അതിജീവിക്കാൻ കഴിയും. മെന്റൽ സ്റ്റേറ്റ് കൊണ്ടും അവർ അതിജീവനത്തിൽ ഉപയോഗിക്കുന്ന സ്ട്രാറ്റജി എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിന്റെ പാറ്റേൺ എന്ന് പറയുന്നതും അതേപോലെ തന്നെ റഫായിരിക്കും. സ്മൂത്ത് എൻവയോൺമെന്റിൽ വളരുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എൻവയോൺമെന്റ് സ്മൂത്ത് ആണെന്നേ ഉള്ളൂ. അവിടെയുള്ള ആളുകളുടെ ബിഹേവിയർ എന്ന് പറയുന്നത് എങ്ങനെയാണോ അതിനനുസരിച്ചാണ് ഇവർ ഫോം ആവുക. ഓക്കെ, ഇപ്പോ സീരിയല് കണ്ട് ജീവിക്കുന്ന കുടുംബം, എല്ലാ കൺസ്യൂമറിസത്തിന്റെ എല്ലാ സംഭവങ്ങളിലൂടെയും കോമ്പറ്റീഷനിലൂടെയും ലോണിലൂടെയും എല്ലാ സംഭവത്തിലൂടെയും പോകുന്നു. അപ്പൊ ലൈഫ് ഇന്നതാണെന്ന് വിചാരിച്ചിട്ടാണ് കുട്ടി വളരുക. ലൈഫിന്റെ ആ ഒരു സെക്യൂരിറ്റി സോണിൽ നിന്നിട്ടാണ് വളരുക. ഡെലിക്കേറ്റ് ആയിട്ടുള്ള ശാരീരിക അവസ്ഥയായിരിക്കും ഉണ്ടാവുക. മെന്റൽ സ്റ്റേറ്റും അതുപോലെ തന്നെ ഡെലിക്കേറ്റ് ആയിരിക്കും, വെളിയിൽ വരില്ല. ഇവൻ വലുതാവുന്ന സമയത്ത് അവന്റെ ബിഹേവിയർ വളരെ സ്മൂത്ത് ആയിരിക്കും. പക്ഷെ ആ എൻവയോൺമെന്റ് അവന് വന്നു ചേരുന്ന ടഫായിട്ടുള്ള
സിറ്റുവേഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ അവന് പലപ്പോഴും കഴിഞ്ഞു എന്ന് വരില്ല. അവൻ അതിലൊക്കെ തളർന്നു പോവുകയോ ഒക്കെ ചെയ്യും. ചിലപ്പോ ഒരു തവണ ഒരു സാധ്യത. മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് ആ സമയത്ത് അവൻ അതുവരെ അടക്കി വെച്ചിട്ടുള്ള അവന്റെ ഉള്ളിലുള്ള വൈൽഡർനെസ് ഉണ്ടല്ലോ, അവൻ നാച്ചുറലി ഹീസ് വൈൽഡ്, ആ വൈൽഡർനെസ് അവിടെ പൊട്ടിത്തെറിക്കും. അത് ഹാൻഡിൽ ചെയ്യാൻ അവൻ അറിയില്ല. മറ്റവൻ, അതായത് റഫ് എൻവയോൺമെന്റിൽ വളർന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ എക്സ്പ്ലോഡ് ചെയ്താലും വീണ്ടും റെസിലിയൻസ് എന്നുള്ള സംഭവം ഉണ്ടാവുക. ഇയാൾക്ക് ഒരു റിസൈൽ ചെയ്യാൻ ഭയങ്കരമായിട്ട് സമയമെടുക്കും. അപ്പൊ എന്തു വന്നാലും ഈ നമ്മുടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഇപ്പോഴത്തെ ഒരു എൻവയോൺമെന്റിൽ എന്ത് ചെയ്യും എന്നുള്ള ആ ഒരു ചോദ്യം പ്രസക്തമാണ്. അതേ നമുക്ക് നഷ്ടപ്പെട്ടതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. എങ്കിലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കൂട്ടുകുടുംബങ്ങളുടെ സുരക്ഷയിൽ വളരുന്ന കുട്ടികൾ കൂട്ടുകുടുംബത്തിൻ്റെതായിട്ടുള്ള ആ സുരക്ഷിത സംവിധാനം എന്ന് പറയുന്നത്, അവിടെ കൂട്ടുകുടുംബത്തിൽ സുരക്ഷിത ആണോ? അല്ല. തിരക്കേറിയ ബസ്സിൽ കയറി പോയ ഒരു അവസ്ഥയാണ്. അത് സുരക്ഷിതമാണോ? അല്ല. പക്ഷെ അവർക്ക് സാമൂഹ്യ സംവിധാനത്തിന്റെ ഘടകങ്ങളെ എല്ലാം അറിയുകയും ചെറിയ കാലം മുതൽ തന്നെ അത് കണ്ടു വളരുകയും ചെയ്യുന്ന സമയത്ത് അതിനനുസരിച്ചുള്ള ഒരു ബാലൻസ്ഡ് സ്റ്റേറ്റിലൂടെ അവർക്ക് ലൈഫ് ലോങ് പോകാൻ പറ്റും. ഇപ്പോഴത്തെ ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള കുടുംബങ്ങളിലെ ഓരോ വ്യക്തിയും ഓരോ കുട്ടിയും ഉണ്ടാകുന്നത് ഈ മീഡിയയുടെ ഒക്കെ സ്വാധീനം, മീഡിയയുടെയും ഇത്തരം ലൈഫിന്റെ ഒക്കെ സ്വാധീനം ഉണ്ടാകുമ്പോഴും ഇവരെല്ലാം തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഡിറക്ഷനിലാണ് വളർന്നു പോകുന്നത്. അതിനനുസരിച്ചുള്ള വിവിധമായിട്ടുള്ള ഒരു സാമൂഹിക അവസ്ഥ ഇവര് എല്ലാവരും കൂടെ ചേർന്ന് ഭാവിയിൽ കാഴ്ചവെക്കുകയും ചെയ്യും. ഞാൻ അഡീഷണലി പറഞ്ഞെന്ന് മാത്രം. ആൻസർ ക്ലിയർ ആണോ? ക്ലിയർ ആയി. ഏത് സാഹചര്യത്തിൽ വളർന്നാലും അപ്പൊ ഉണ്ടാകുന്ന പാറ്റേൺ ആണ് ആ കുട്ടിയുടെ ഭാവിയെ തീരുമാനിക്കുന്നതെന്നുള്ളൊരു കാര്യമാണ് അവിടെ എനിക്ക് ചുരുക്കത്തിൽ മനസ്സിലായത്. എൻവയോൺമെന്റ് എന്നുള്ളതിനേക്കാൾ അതില് ആ എൻവയോൺമെന്റിനോട് ആ കുട്ടി കാണിക്കുന്ന ഒരു അക്സെപ്റ്റൻസും പിന്നെ പ്രതിരോധവും എങ്ങനെയാണെന്നുള്ളതെല്ലാം അതിനെ ആശ്രയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മള് പിന്നെ ഇവിടുന്ന് കണ്ടുകൊണ്ട് ആ എൻവയോൺമെന്റ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് വിലയിരുത്തുന്നതില് മുഴുവനായിട്ട് ശരിയുണ്ടാവില്ല എന്നുള്ളത് മനസ്സിലായി. ഓക്കെ, താങ്ക് യു. സിറാജ് മാഷാണെന്ന് തോന്നുന്നു. മാഷ് നമസ്കാരം. സതീഷ് നമസ്കാരം. സിറാജ് പറഞ്ഞു പോയി. ഓക്കെ, സതീഷ് നമസ്കാരം. ശിവ നമസ്കാരം. നമസ്കാരം. ചോദ്യങ്ങളുള്ളത് വന്നോട്ടെ. ഒരു മാർക്ക് കാണുന്നുണ്ടല്ലോ, അപ്പം കഴിഞ്ഞ് വീണ്ടും വരാം. ഓക്കെ, ശിവൻ എവിടെയാ? ഇവിടെ തന്നെ ഇറങ്ങാൻ നിൽക്കണു. എവിടേക്കാ? കേരളശ്ശേരി. ഓക്കെ, എല്ലാരും കൂടെ എല്ലാം കൂടെ പോകും. ചോദ്യങ്ങൾ? ചോദ്യങ്ങളില്ല ആർക്കും? ശിവൻ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ടുണ്ട്. ശിവ പറയൂ. പറഞ്ഞോളൂ ശിവ. ഒരു കേക്കുണ്ടോ? കേക്കാം. ഇന്ന് രാവിലെ നമ്മള് കൃഷി ചെയ്യുന്ന സമയത്തുള്ള ഒരു കൃഷിയല്ല, നമ്മള് മരമൊക്കെ വെച്ചെടുപ്പിക്കുന്നത്. അപ്പോഴുള്ള എനിക്കൊരു ഇത് തോന്നിയതാണ്. അപ്പോ ഈ ഇങ്ങനെ വെച്ചുപിടിപ്പിക്കുന്നതും ഈ കന്യാവനവും തമ്മിൽ ഉള്ള ആ ഒരു വ്യത്യാസം, ഏട്ടൻ പറഞ്ഞിരുന്നു ഇത് ജസ്റ്റ് ഒന്ന് കെട്ടി വെച്ചാൽ മാത്രം മതി, അത് 7 വർഷത്തിനുള്ളിൽ വനമായി മാറും എന്നുള്ള ഒരു കാര്യം. അപ്പൊ ആ സമയത്ത് മരം വെച്ചുപിടിപ്പിക്കില്ല. അപ്പൊ ആ സമയത്ത് എന്ന് പറഞ്ഞ ശേഷം കേട്ടില്ല. ആ സമയത്തിന് ശേഷം പറഞ്ഞത് കേട്ടില്ല. 7 years, വിത്തിൻ 7 years നമ്മളത്
വനമായി മാറുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ. അപ്പൊ നമ്മളതില് ഒന്നും ഇടപെടാതെ ചുറ്റും ഫെൻസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം മതി. അപ്പൊ നമ്മൾ ഒരു പ്ലാന്റ് പോലെ നമ്മൾ വെക്കേണ്ട ആവശ്യമില്ലേ, അതോ പ്ലാന്റ് വെച്ചിട്ട് നമ്മളിങ്ങനെ കട്ട് വെച്ചിട്ടുണ്ടോ? അവിടെ സന്തോഷം പറയുന്നതിന് മുമ്പ് ഞാനൊന്ന് പറഞ്ഞോട്ടെ. നമ്മള് സ്റ്റാർട്ടിംഗ് പോയിന്റ് എവിടാന്നുള്ളതാണ്. നമ്മളൊരു ബാരൻ ലാൻഡിലെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ വന്ന് കാക്കകളും കിളികളും ഒന്നും വലുതായിട്ട് ഇത് അതിന്റെ അരിയൊന്നും കൊണ്ടിടത്തില്ല. അപ്പൊ അത് ഈ 7 വർഷം കൊണ്ട് നടക്കത്തില്ല. പക്ഷെ അല്ലാത്ത ഒരു സ്ഥലത്ത് ഇപ്പം 1-2 മരങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് ഇതായിട്ടുണ്ട്, ആരും ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. അങ്ങനെയുള്ളൊരു ഏരിയയിൽ പറഞ്ഞ പോലെ 7 വർഷം കൊണ്ട് സംഭവിക്കാം. കാരണം അത് വരുന്നതിന് ആരും ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. അത് നാച്ചുറലായിട്ട് തന്നെ വരും. നാച്ചുറലായിട്ട് അവിടെ എന്തോ ഫോം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് തന്നെ ഫോം ചെയ്ത് വന്നുകൊണ്ടിരിക്കും. പക്ഷെ ഒരു പെർമാകൾച്ചർ സിറ്റുവേഷന് അത് അത്രയും പോരാ. ഇത് കന്യാവനം എന്നുള്ളതിന്റെ ഒരു ആദ്യത്തെ ഒരു ഇതിൽ പറയാം, ഇത്രയും കൊണ്ട് തുടക്കം കിട്ടുമെന്നൊക്കെ പറയാം. പക്ഷെ ശരിക്കുള്ള ഒരു പെർമാകൾച്ചർ ഫോറസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 20-25 വർഷമെങ്കിലും മിനിമം എടുക്കും. 19 വർഷമാണ് ഒരു ശരിക്കുള്ള ഒരു വനത്തിന്റെ ഇത്. അപ്പൊ സന്തോഷ് പറഞ്ഞു ഞാനിത് എന്റെ ഒരു അവലോകനം പറഞ്ഞു. ഓക്കെ ശിവ, ഞാൻ വർഗീസ് ചേട്ടൻ പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നില്ല. അപ്പോ അതെന്താണെന്നുള്ളത് പറഞ്ഞു വരുമ്പോ അതിന്റെ യോജിപ്പ് എവിടെയാണെന്നുള്ളത് മനസ്സിലാവും. ഞാനത് ഒരു പ്രത്യേക പോയിന്റിനല്ല ഞാൻ വിയോജിക്കുന്നത്. അതായത് ഇപ്പോ ഈ കിളികൾ കൊണ്ടിട്ടില്ല, കാക്കയൊന്നും കൊണ്ടിട്ടില്ല എന്ന് പറഞ്ഞില്ലേ, അവിടെയാണ് അത് പ്രധാന പ്രശ്നം. ഒന്ന്, ഈ ചെടികള് ഉണ്ടാകാൻ, ചെടികൾ ഉണ്ടാകുക എന്നുള്ളത് വിത്ത് വിതരണത്തിന്റെ ഭാഗമായി സംഭവിക്കുന്നതല്ല. മണ്ണിന്റെ ആവശ്യമാണ് ചെടി, ആ പ്രദേശത്തിന്റെ ആവശ്യമാണ് ചെടി. അവിടെ അതിനെ ശല്യം ചെയ്യുന്നത് ഈ ഉയർന്ന വർഗത്തിൽപ്പെട്ട ജീവികളാണ്. ഉയർന്ന വർഗത്തിൽപ്പെട്ട ജീവികൾ എന്ന് വെച്ചാൽ മൃഗങ്ങൾ മുതൽ അങ്ങോട്ട് മനുഷ്യൻ വരെയുള്ള കാര്യങ്ങൾ. അവരുടെ സ്പർശമേൽക്കാതെ, മൃഗങ്ങൾ എന്ന് വെച്ചാൽ പ്രത്യേകിച്ചും ഡൊമസ്റ്റിക് ആനിമൽസ്, അവയുടെ സ്പർശമേൽക്കാതെ നിൽക്കാൻ കുറച്ച് സ്ഥലത്തെ നാം അനുവദിച്ചാൽ ഒരു വനത്തിന്റെ ഫോർമേഷൻ എന്നുള്ള പ്രക്രിയ അവിടെ സ്വാഭാവികമായിട്ടുണ്ടാവും. കാരണം കേരളം പോലുള്ള സ്ഥലത്ത്, കേട്ടോ, ഞാൻ ഏട്ടനിപ്പോ ഉദ്ദേശിച്ച മറ്റേതെങ്കിലും സ്ഥലമാണെന്ന് എനിക്കറിയില്ല, കേരളം പോലുള്ള ഒരു സ്ഥലത്ത് ഒരു പ്രദേശം നമ്മൾ വളച്ചിട്ടു, അവിടെ മനുഷ്യരെയോ മനുഷ്യർ വളർത്തുന്ന മൃഗങ്ങളെയോ കടത്തുന്നില്ല എങ്കിൽ ആദ്യം അത് ചെയ്യുക എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വെള്ളം കിട്ടുന്നതോടുകൂടി ആ പ്രദേശത്തെ മുഴുവൻ മൂടിയിടുക എന്നുള്ള പരിപാടി പ്രകൃതി ചെയ്യും. രണ്ടാമത്തെ കാര്യം, അവിടെ പ്രിമിറ്റീവ് സ്പീഷീസ് ആയിട്ടുള്ള പുൽവർഗ്ഗങ്ങൾ, മറ്റേ ഈ എന്താണ് കറുകപ്പുല്ല് പോലുള്ള പുല്ലൊക്കെ വളർന്നിട്ട് ആദ്യത്തെ ലെവല് വരും. അവിടെ ഏറ്റവും കുറഞ്ഞ മൂലകങ്ങളുള്ള സസ്യങ്ങളെ അവിടെ പിന്നീട് കൊണ്ടുവരും. കുറഞ്ഞ മൂലകങ്ങളുള്ള, അവിടെ എന്ത് മൂലകങ്ങളാണോ കുറവായിട്ടുള്ളത് അത് കോമ്പൻസേറ്റ് ചെയ്യാനുള്ള സസ്യങ്ങളെ അവിടെ കൊണ്ടുവരും. ഇതിന് വിത്ത് വിതരണം എന്നുള്ള പ്രക്രിയ ഒരു പക്ഷേ സ്വാഭാവികമായി നടക്കും. ആ സ്വാഭാവികമായി നടക്കുന്നതിന് തൊട്ടു മുമ്പ് തന്നെ പ്രിമിറ്റീവ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം ഉണ്ടാകുന്നതിന് പ്രത്യേകിച്ച് വിതരണം ആവശ്യമില്ല. അത് മണ്ണിൽ തന്നെ ഉണ്ടായി വരുന്നതാണ്. മനസ്സിലായില്ലേ? ആ മണ്ണിന്റെ ആ ജൈവാംശത്തിൽ നിന്ന് തന്നെ അത് ഉയർന്നു വരികയാണ് ചെയ്യുക. നമ്മൾ വെച്ചുപിടിപ്പിച്ചാൽ ഉണ്ടാവും, ശരിയാ. പക്ഷെ വെച്ചുപിടിപ്പിച്ചില്ലെങ്കിലും അതവിടെ റൈസ് ചെയ്തിട്ട് ആദ്യത്തെ ഹെർബ്സിന്റെ ഒരു ലെയർ ഉണ്ടായി വരും. ആ ഹെർബ്സിന്റെ ലെയർ ഉയർന്ന് കുറച്ചപ്പുറത്തേക്ക് എത്തുന്ന സമയത്ത് അതിന്റെ കൂടെ തന്നെ പ്രിമിറ്റീവ് സ്പീഷീസ് വളരുന്ന അതേ കൂട്ടത്തിൽ തന്നെ ഷ്രബ്സിന്റെ ഒരു നിരയും കൂടെ ഉണ്ടാവും. ഇത്രയും ഉണ്ടായി കഴിഞ്ഞിട്ട്, ഷ്രബ്സിന്റെയും ഒക്കെ നിര ഉണ്ടായി കഴിഞ്ഞിട്ട് അടുത്ത സീസൺ വരുമ്പോഴേക്കും ഇവയിലെ കുറെ എല്ലാം സംഭവങ്ങൾ താണുപോകും. അതിനുശേഷം അടുത്ത തവണ ഉണ്ടാകുമ്പോൾ ഇതിന്റെ സൂക്ഷ്മജീവികളുടെ അംശം അവിടെ പതുക്കെ ഉയർന്നു വരും. ആദ്യത്തെ അതേ പ്രോസസ് ഉണ്ടാവും. അതിനുശേഷം കുറച്ചുകൂടെ ചെടികൾ ഉണ്ടാവും. ഈ ചെടികൾ ഉണ്ടായി അങ്ങനെ വരുമ്പോഴേക്കും കുറച്ചുകൂടെ എന്ന് വെച്ചാൽ 2-3 വർഷം ആകുമ്പോഴേക്കും ചെടികളുടെ അളവ് വളരെയധികം കൂടി പല ചെടികളും അവിടെ വളർന്നു വന്ന പല ചെടികളും ശരിക്കും സ്ഥായിയായി റൂട്ട് ഫിക്സ് ചെയ്തിട്ട് ഇവയുടെ ആ മൈക്രോ ക്ലൈമറ്റ് പതുക്കെ മെയിൻറ്റെയിൻ ചെയ്തു വരും. അവിടേക്ക് പക്ഷികളും മറ്റു ജീവജാലങ്ങളും വരും. അവ ഉയർന്നിട്ട് 5 വർഷം, ഏതാണ്ട് 5 വർഷത്തോളം ആകുമ്പോഴേക്കും ആ സംഭവത്തിൽ ശരിക്കും ഒരു വനം ഉണ്ടാകേണ്ടതിന്റെ ബേസിക് അവസ്ഥയാവും. ഞാൻ കട്ടായോ? എന്റെ സ്ക്രീൻ പോയതാണോ?
ഇല്ലല്ലോ, ഉണ്ടല്ലോ. ഞാൻ സ്ക്രീൻ മൊത്തത്തിൽ പോയി, എനിക്കത് അപ്പൊ വന്നു. അപ്പോ അങ്ങനെ 7 വർഷം കഴിയും ഒരു 2 ആളുടെ പൊക്കത്തിലുള്ള കുറ്റിച്ചെടികൾ അവിടെ വളർന്നു നിൽക്കുന്നുണ്ടാവും. കുറ്റിച്ചെടികളല്ല, ഒരാളുടെ പൊക്കത്തിലുള്ള കുറ്റിച്ചെടികളും 2 ആളുടെ പൊക്കത്തിലുള്ള വൃക്ഷസസ്യങ്ങളും അവിടെ വളർന്നു നിൽക്കുന്നുണ്ടാവും. ഇത് കേരളത്തിലെ ക്ലൈമറ്റ്, എനിക്ക് അതേ അറിയുള്ളൂ, മറ്റു സ്ഥലങ്ങളെ കുറിച്ച് എനിക്ക് അറിയില്ല. കേരളത്തിന്റെ ക്ലൈമറ്റിൽ ഈ രൂപത്തിലാണ് ഒരു വനം ഉണ്ടായി വരുന്നത്. ഈ നമ്മൾ വെച്ചുപിടിപ്പിക്കുന്നു എന്ന് പറയുന്നത്, നമ്മളിപ്പോ ഇന്ന് മരം നട്ടപ്പോഴും ഒക്കെ നമ്മൾ ചെയ്തെന്താ വെച്ചാൽ നമുക്ക് വേണ്ടുന്ന സസ്യങ്ങളെയാണ് നമ്മൾ നട്ടത്. മണ്ണിന് എന്താ ആവശ്യം എന്ന് നോക്കിയിട്ടല്ല നമ്മൾ നട്ടത്. നമുക്ക് തണല് വേണമെന്ന് തോന്നി ഉങ്ങു വെച്ചു, സീതപ്പഴം വേണമെന്ന് തോന്നി സീതപ്പഴം വെച്ചു, ഔഷധ സസ്യങ്ങൾ വേണമെന്ന് തോന്നി അത് കുറച്ചെണ്ണം വെച്ചു. അപ്പോൾ അതുപോലെ നമ്മുടെ അവൈലബിലിറ്റി, നമുക്ക് ഈ 10-250 ചെടികൾ ഇപ്പൊ നമ്മുടെ കയ്യിലുണ്ട്. ആ സംഭവങ്ങൾ കൊണ്ട് നമ്മൾ ഇങ്ങനെ ഓരോ നമുക്ക് വേണ്ടതെല്ലാം ഇതെങ്ങനെങ്കിലും ഫില്ല് ചെയ്യണം. ഈ 250 ചെടികളും അവിടെ ഇവിടെയും കൊണ്ട് ഫില്ല് ചെയ്യണം എന്നാണ് നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ ലോജിക്കാണ്. മണ്ണിന് എന്ത് വേണം എന്നുള്ളത് തീരുമാനിക്കുന്നത് മണ്ണാണ്. മണ്ണ് ഓട്ടോമാറ്റിക്കലി ഈ സംഭവങ്ങളെല്ലാം റേസ് ചെയ്ത് കൊണ്ടുവന്നിട്ട് അവയെ, അതായത് ഈ മറ്റു പക്ഷിമൃഗാദികളെല്ലാം, പക്ഷികൾ കൊണ്ടുവന്ന് ഇടുന്ന വിത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടതില്ല. അവിടെ നാച്ചുറലി അതിങ്ങനെ ഫോം ആയി വരും. ആ ഫോം ആയി വന്നിട്ട് പക്ഷികൾക്ക് വന്നെത്താനുള്ള ഒരു എൻവയോൺമെന്റ് അവരാദ്യം സൃഷ്ടിക്കും. അതിനുശേഷമാണ് ഈ കാട്ടുമരങ്ങളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവിടെ എത്തുക. എന്തിന്? ഇവിടെ എങ്ങും വളരാൻ സാധ്യതയില്ലാത്ത മരങ്ങൾ വരെ അതിനകത്ത് ഉണ്ടായി വരും. ഈ വിത്തുകളൊക്കെ നമ്മളിപ്പോ ഇനി അങ്ങനെ ഒബ്സർവ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഏതെങ്കിലും കിളി ഏതെങ്കിലും കാട്ടിൽ 10-100 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു കാട്ടിൽ നിന്നും പോയി തിന്നതിന്റെ എന്തെങ്കിലും വേസ്റ്റ് ഇവിടെ കൊണ്ടുവന്ന് കാഷ്ടിച്ചിട്ട് ചിലപ്പോൾ അങ്ങനെ ഉണ്ടായി വന്നേക്കാം. പക്ഷെ ഇങ്ങനെയൊന്നും അല്ലാതെയും അത് ഉയർന്നു വരുന്നത് നമ്മൾ കാണാറുണ്ട്. ഏത് പ്രദേശമാണെങ്കിലും, കേരളത്തിലെ കാര്യത്തിൽ ഏത് പ്രദേശമാണെങ്കിലും നമ്മളൊരു ഭാഗം വളച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു 7 വർഷത്തിനുള്ളിൽ ബേസിക് ആയിട്ടുള്ള ഒരു കാടായി മാറും. പിന്നെ ആ കാട് പിന്നെ ശരിക്കുള്ള കാടാവണമെങ്കിൽ അതിന്റെ കാലം എടുക്കും. എങ്കിലും കാട് എന്ന് പറയുന്ന രൂപത്തിലേക്ക് ഒരു കാട്ടിനകത്തേക്ക് കയറുകയാണെങ്കിൽ, ഇപ്പോ ക്ലിയർ ഫെല്ലിംഗ് നടത്തിയ വനപ്രദേശത്ത് നമ്മൾ നടക്കുകയാണെങ്കിൽ, ഇപ്പൊ നമ്മള് വിക്ടോറിയയിലൊക്കെ പോവുകയാണെങ്കിൽ, ഈ നെല്ലിയാമ്പതിയിലെ വിക്ടോറിയയിലൊക്കെ പോവുകയാണെങ്കിൽ അവിടെ പണ്ട് ഓപ്പൺ ആയിരുന്ന സ്ഥലമാണ്. അത് ക്ലിയർ ഫെല്ലിംഗ് നടത്തി കുട്ടപ്പനാക്കി വെച്ചിരുന്ന സ്ഥലമാണ്. അത് മുഴുവൻ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 6-7 കൊല്ലം കഴിയുമ്പോഴേക്കും പോകാനുള്ള വഴിയോ ഒന്നുമില്ല. എല്ലാ മരങ്ങളൊക്കെ വീണിട്ടും ഒക്കെ താറുമാറായി കിടക്കുകയാണ്. അതിന്റെ അകത്തൂടെ നടന്നു പോകുന്ന സമയത്ത് ഏതാണ്ട് ഈ വണ്ണമുള്ള മരങ്ങള് ഇഷ്ടം പോലെ വളർന്നു നിൽക്കുകയാണ്. 6-7 കൊല്ലം കൊണ്ടാണ് ഉണ്ടാവുന്നത്. ഇതുപോലെ കേരളത്തിൽ ഒരുപാട് ഭാഗത്ത് ഇതുപോലെ നമ്മൾ കണ്ടിട്ടുണ്ട്. മനുഷ്യർ ഉപയോഗിക്കാതെ കിടക്കുന്ന സ്ഥലങ്ങള് ഒക്കെ, അവിടേക്ക് മനുഷ്യൻ കയറിയിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള ആ എൻവയോൺമെന്റിൽ മാറ്റം വരും. അത് ഒന്നുകിൽ അവനത് കേടുവരുത്തും, അവരുടെ സ്ഥലത്തെ കേടുവരുത്തും, മണ്ണിനെ കേടുവരുത്തും. അവന്റെ ഇടപെടൽ കൊണ്ട് പല പ്രശ്നങ്ങൾ ഉണ്ടാവും. നമ്മൾ ചെടി വെക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഫലങ്ങൾ ഉണ്ടാക്കാനും ഫ്രൂട്ട് ഫോറസ്റ്റ് ഉണ്ടാക്കാനും വേണ്ടിയിട്ടാണ്. നമ്മുടെ ഇന്റൻഷൻ തന്നെ വേറെയാണ്. കന്യാവനത്തിന്റെ ഇന്റൻഷൻ വേറെ, ഫ്രൂട്ട് ഫോറസ്റ്റിന്റെ ഇന്റൻഷൻ വേറെ. പെർമാകൾച്ചർ എന്ന് പറയുന്നത് ഈ നമ്മൾ വേണ്ടുന്ന സാധനങ്ങളെയും കൂടെ ചേർത്ത് വെച്ചിട്ട് അവിടെ ഒരു ഫോറസ്റ്റ് സിമെട്രിക്കൽ ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് ക്രിയേറ്റ് ചെയ്യലാണ്. ഫോറസ്റ്റിന്റെ ഒരു സിസ്റ്റത്തെ മിമിക് ചെയ്യാനാണ് പെർമാകൾച്ചറിൽ നമ്മൾ നോക്കുന്നത്. പെർമാകൾച്ചറിൽ നമുക്ക് വേണ്ടുന്ന സാധനങ്ങളെ ഉണ്ടാക്കുന്നുള്ളൂ. പക്ഷേ ഒരു ഫോറസ്റ്റ് ക്ലൈമറ്റ് അവിടെ മെയിൻറ്റെയിൻ, ഫോറസ്റ്റിന്റെ അകത്തുള്ള ആ ഒരു ആൽഗരിതം ഉണ്ടല്ലോ, ആ ആൽഗരിതത്തെ നമ്മൾ ഇവിടെ ഓപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് പെർമാകൾച്ചറിൽ ഉണ്ടാവുന്നത്. മനുഷ്യനിർമ്മിത വനത്തിലാണെങ്കിൽ നമുക്ക് വേണ്ടുന്ന മരങ്ങൾ നട്ടുകൊണ്ടൊരു വനം ഉണ്ടാക്കുന്നു. മറ്റേത് സ്വാഭാവികമായിട്ട് മണ്ണിന് വേണ്ടത് മണ്ണുണ്ടാക്കുന്നു. ഇതാണ് വ്യത്യാസം. ഇനി വർഗീസായിട്ടും കൂടെ ഒന്ന് അതിനൊന്ന് ഞാൻ പറഞ്ഞതിനുള്ള ഒരു റെസ്പോൺസ് കൂടെ പറഞ്ഞിട്ട് ശിവനിലേക്ക് പോകാം. അല്ല അത് ശരിയാ. അത് ഈ ഒരു മിനിമം വനത്തിനുള്ള ഫോർമേഷൻ 7 വർഷം കൊണ്ടുണ്ടാകാം. അതും ഈ പറഞ്ഞ പ്രത്യേകിച്ച് റിമാർക്ക് പറഞ്ഞതിൽ കാര്യമായിരിക്കില്ല. കേരളത്തെ പോലുള്ള ഒരു ക്ലൈമറ്റിൽ അത് സാധ്യമാണ്. അല്ലാതെ നമ്മളിപ്പം രാജസ്ഥാനിലെ അല്ലെങ്കിൽ മധ്യപ്രദേശിലെ ഒരു ബാരൻ ലാൻഡിൽ പോയിട്ട് അങ്ങനെ വേണമെന്ന് പറഞ്ഞാൽ അതിന് വരും. അതിനെ അങ്ങനെ വളച്ചു കെട്ടി ഇട്ടാല് അത് ടൈം എടുക്കും എന്നേ ഉള്ളൂ. ഉണ്ടായിക്കൊണ്ട് വന്നോണ്ടിരിക്കും, ടൈം എടുക്കും. കാരണം അതിന്റെ ഇത് പോയി, ടോപ്പ് സോയിൽ പോയി. നമ്മുടെ കേരളത്തിലെ ഒരു ഗുണമുള്ളതെന്ന് പറഞ്ഞാൽ ടോപ്പ് സോയിൽ എല്ലാവരുടെയും പോയിട്ടില്ല. കുറെ മലകൾ മൊട്ട മലകളായിട്ട് മാറിയിട്ടുണ്ടെന്നല്ലാതെ ബാക്കി എല്ലായിടത്തും ടോപ്പ് സോയിൽ ഉണ്ട്. ഇത് കുറഞ്ഞെന്നേ ഉള്ളൂ, ജൈവാംശം കുറഞ്ഞെന്നേ ഉള്ളൂ.
ഓർഗാനിക് കണ്ടന്റ് ഒരു 3-4% നിൽക്കുന്നതുകൊണ്ട് ജൈവാംശം ഉണ്ട് അതിന്, അതുകൊണ്ട് അത് വളർന്നു വരും. അത് മറ്റേടത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ജൈവാംശം പോയി അത് 2-3% പോലും ഇല്ല, അതിൽ നിന്ന് കുറയുമ്പോഴാണ് മരുഭൂമിയായിട്ട് മാറും. അങ്ങനത്തെ ബാരൻ ലാൻഡായിട്ട് കിടക്കുന്നത്. അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെ പ്രകൃതി തന്നെത്താനെ വളർത്തിക്കൊണ്ട് വരണമെന്നുണ്ടെങ്കിൽ നല്ലപോലെ സമയം എടുക്കും. അത് ഒട്ടും അത് നമ്മൾ ഒരു ഇതും ഇല്ലാതെ ഡിസ്റ്റർബ് ചെയ്യാതെ കിടന്നാല്, കാറ്റും മഴയെല്ലാം അവിടെ തന്നെ ആ പ്രകൃതിയുടെ രീതിയിൽ തന്നെ വന്നുകൊണ്ടിരുന്നാല് ടൈം എടുക്കും. പക്ഷെ ഇവിടുത്തെ കേരളത്തിലെ സമയത്തിൽ ഒരു ശരിയാ ഒരു 7 years ഈ പറഞ്ഞ പോലെ ഒരു കുട്ടിവനം അയക്കും. ഓക്കെ. നമസ്കാരം അമ്മ. നമസ്കാരം ഗ്രേഷ്യസ് ചേട്ട. നമസ്കാരം സുജിത്. ശിവ പറയൂ. നമസ്കാരം ദർശൻ. താങ്ക് യു. ക്ലിയർ ആയോ? ക്ലിയർ. ഓക്കെ. വർഗീസ് ചേട്ടന്റെ ചോദ്യമാണ് അടുത്ത്. ചോദ്യങ്ങളുള്ളവരൊന്ന് ക്വസ്റ്റ്യൻ മാർക്ക് എടുത്തിട്ടുണ്ട്. ഞാൻ ചോദിക്കാൻ വന്ന എനിക്ക് നേർക്ക് വന്നൊരു ചോദ്യമായിരുന്നു, അതിനെ അങ്ങോട്ട് മാറ്റിവിടാൻ നോക്കുക. എന്റെ നെബീന്റെ മകള് അവർക്ക് എക്സാമിന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ആരോ പറഞ്ഞു മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യണമെന്ന്. അപ്പൊ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാൻ എന്ത് പറഞ്ഞു കൊടുക്കുമെന്ന് ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇത് വന്നതെന്ന് അങ്ങോട്ട് ചോദിച്ചേക്കാന്ന് വെച്ചു. എക്സാമിന് പഠിക്കേണ്ട ഒരു കുട്ടിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള മൈൻഡ്ഫുൾ പ്രാക്ടീസ് എങ്ങനെ ചെയ്യണം, അതാണ് ചോദ്യം. ഞാനിപ്പോ ആരോട് ചോദിക്കുന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. ഓക്കെ. ഈ ചോദ്യം ഇല്ലാന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു എനിക്ക് വന്ന ചോദ്യം അങ്ങോട്ട് മാത്രം ചെയ്തത്. അല്ല, ഇത് തക്കാളിക്കഥ പോലൊരു ചോദ്യമാണ്. ഒന്ന്, പരീക്ഷയ്ക്ക് കോൺസെൻട്രേഷൻ കിട്ടാത്ത ഒരു കുട്ടിയെ മൈൻഡ്ഫുൾനെസ് പഠിപ്പിക്കാൻ ഒരുങ്ങിയാല് കതിരിൽ വളം വയ്ക്കുന്ന ഒരു അവസ്ഥയാണ്. ആ കുട്ടി അവിടെ ആയിരിക്കുന്ന സമയത്ത് പഠിക്കാനിരിക്കുമ്പോ പരീക്ഷയ്ക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്ത് പോയിട്ട് വേണമെങ്കിൽ നമുക്ക് ആ കുട്ടിയോട് ഇതിനൊന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, ഇതെല്ലാം പെട്ടെന്ന് നടക്കില്ലേ, അതെല്ലാം ഒന്ന് ശ്രദ്ധിച്ചോ, ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ പഠിച്ചത് വെച്ച് എഴുതിയാ മതി, ഇതിനൊന്നും കൂടുതൽ കാര്യങ്ങളില്ല എന്നൊക്കെ പറഞ്ഞു. ഇതേ ക്ലാസ്സിലെ ടോപ്പായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയുടെ ചോദ്യമാ. അത് തന്നെ. അപ്പോ അവിടെ ആ പൊസിഷൻ നിലനിർത്താനുള്ള ആ ഫിയർ ആണ് ബാക്ക്ഗ്രൗണ്ട്. അപ്പൊ അതിന് കതിരിക്കൊണ്ട് വളം വെച്ചിട്ട് യാതൊരു കാര്യമില്ല. മൈൻഡ്ഫുൾനെസ് പോട്ടെ, പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി അതിനടുത്ത് മൈൻഡ്ഫുൾനെസ് പോയിട്ട് ആ പരീക്ഷയിലെ പരീക്ഷയ്ക്ക് വരുന്ന ഒരു സബ്ജക്റ്റിനെ കുറിച്ച് പറഞ്ഞു കൊടുത്താൽ പോലും ആ കുട്ടിക്ക് മനസ്സിലാവും. കാരണം അയാളുടെ ഫോക്കസ് വേറെ എടുത്താണ്. അല്ലല്ല, അത് നമ്മൾ ആ ഇന്നത്തെ പുതിയ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ പറയുന്നത്. നമ്മൾ ആ ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന് മക്കപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല എന്നുള്ളതാണ് കാരണം. നമ്മൾ അത് വിട്ട് ഈ പർപ്പസ് എന്താന്നുള്ളത് വിട്ടോ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ഇതിന് ഒരു മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞത് അവരുടെ ടീച്ചേഴ്സ് പറഞ്ഞു കൊടുത്താ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞു കൊടുത്തു. അപ്പൊ അത് തപ്പി നടക്കാം. അതിപ്പോ ബ്രീത്തിനെ ശ്രദ്ധിച്ച് തുടങ്ങാൻ പറയും. പക്ഷെ അതൊന്നും ഉടനടി നടക്കുന്ന കാര്യമല്ല. മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാന്ന് പറയുന്നത് പറയാം, അതൊന്നും പെട്ടെന്ന് നടക്കുന്ന കാര്യമൊന്നുമല്ല. പ്രത്യേകിച്ചും പരീക്ഷയുടെ തലേദിവസമോ അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്തോ അവർ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഡെയിലി ഒരു 20 മിനിറ്റ് ശ്വാസത്തിൽ ശ്രദ്ധിച്ച് വടക്കോട്ട് നോക്കി ഇരിക്കാൻ പറയാം. നമ്മുടെ പ്രാണധ്യാനം ചെയ്യാൻ പറയാം. പ്രാണധ്യാനം ചെയ്ത് കുറച്ച് അങ്ങോട്ട് പോയി കഴിയുമ്പോൾ പിന്നെ അടുത്ത ഗൈഡ് ലൈൻ കൊടുക്കാം. കഴിക്കുന്ന ഒരു സംഭവം കഴിക്കുമ്പോൾ അതിന്റെ രുചി അറിയാൻ പറയാ. ഓരോ കാര്യം ചെയ്യുമ്പോഴും അതിന്റെ അകത്തുള്ള ആ ശബ്ദം, അതിന് ഇന്ദ്രിയങ്ങൾ അതുമായിട്ട് ചേർത്ത് വെക്കാൻ പറയാ. അങ്ങനെ പതുക്കെ കയറ്റിക്ക് വരേണ്ടതാണ്. അതൊന്നും ഒറ്റ ദിവസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ ഒന്നും ഉണ്ടാകേണ്ട കാര്യമല്ല. എന്നുവെച്ചാൽ ഫോക്കസ് മറ്റൊരിടത്തായിരിക്കുമ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യമേ അല്ല. നമസ്കാരം. അപ്പൊ അതൊരു വല്ലാത്ത ചോദ്യമായി പോയി, വല്ലാത്ത ഉത്തരമായി പോയി. ബാളുവിന് വല്ല പറയാനുണ്ടോ വർഗീസേട്ടന്റെ ചോദ്യത്തിന്? ഒരു കാര്യം ഇതാണ്, ഈ പറയുന്നത് പോലെ പ്രാക്ടീസ് ചെയ്ത് വരേണ്ടതാണ്. നമുക്ക് പെട്ടെന്ന് പ്രാക്ടീസ് ചെയ്ത് എടുക്കാൻ പറ്റില്ല. പക്ഷെ കുട്ടികൾക്കാവുമ്പോൾ വളരെ കുറച്ചു നേരം കണ്ണടച്ചിരുന്ന് എന്താണ് ശരീരത്തിൽ സംഭവിക്കുന്നത്, അതായത് ഓരോ ചലനങ്ങൾ, വേദനയോ അതല്ലെങ്കിൽ അസ്വസ്ഥതകളോ അങ്ങനെ ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിച്ച് പതുക്കെ വരാൻ പറയുക.
പിന്നീട് ഇത് പരീക്ഷയുടെ സമയം ആയില്ലല്ലോ, പരീക്ഷയുടെ ഇത് തുടങ്ങിയല്ലേ ഉള്ളൂ. അവിടെ കോമ്പറ്റീഷൻ കരിക്കുലത്തിന്റെ ആദ്യം തന്നെ തുടങ്ങി കഴിഞ്ഞു. അത്രയും ഫാസ്റ്റ് ആയിട്ട് അവർ പോകുന്നത്. അപ്പൊ അവിടെ ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞോണ്ടിരിക്കുക. മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്തിട്ട് അതിനനുസരിച്ച് കോൺസെൻട്രേറ്റ് ചെയ്യും. അപ്പൊ അതില് നമ്മള് ഒരു മെഡിറ്റേഷൻ മ്യൂസിക് കൊടുക്കാന്ന് വിചാരിച്ചു. മൈൻഡ്ഫുൾനെസ് അല്ല, അത് ഒന്ന് കാം ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് കാം ചെയ്ത് വിടാനായിട്ടുള്ള അങ്ങനെ വെച്ചു. പിന്നെ മൈൻഡ്ഫുൾനെസിന്റെ പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇത് ചെയ്യുള്ളൂ, എക്സ്പ്ലെയിൻ ചെയ്യുള്ളൂ. അതിന് ഞാൻ കുറച്ച് എക്സ്പ്ലനേഷൻ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ശരി, അത് അത്രേ ഉള്ളൂ. എനിക്കും അങ്ങനെ തോന്നിയത്. കാരണം ഈ ഒരു രീതിയിൽ നമ്മുടെ രീതിയിലുള്ള ഒരു ആൻസർ അല്ല അവിടെ. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. സുജിത്ത്. ഞാന് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ചോദ്യം ചോദിക്കാൻ ഉദ്ദേശിച്ച ചോദ്യം വിട്ടുപോയി. പക്ഷെ എന്നാലും ചോദിക്കാം. അതായത് പ്രകൃതിയില് എല്ലാം അതിന്റെ സ്വാഭാവികതയിൽ നടക്കും. അപ്പൊ നമ്മൾ എത്രത്തോളം ശ്രമിച്ചാലും ഇല്ലെങ്കിലും അതിന്റെ സ്വാഭാവികതയാണ് അത് നടപ്പിലാക്കുക. ഈ ഒരു കാര്യം നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ അതിന്റെ ചലനത്തെ മാറ്റാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ പിന്നെ നമ്മുടേതായ രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണല്ലോ പലപ്പോഴും ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് എന്താ പ്രയോജനം എന്നുള്ളതാണ് എനിക്ക് തോന്നിയ ചോദ്യം. ഓക്കെ, ഈ അദ്വൈതം എന്ന പദം നമ്മൾ എപ്പോഴും ഉപയോഗിക്കാറുണ്ടല്ലോ. രണ്ടല്ലാത്ത അവസ്ഥ എന്നുള്ളതാണ് അദ്വൈതം. രണ്ടല്ലാത്ത അവസ്ഥ ശരിക്കും പറഞ്ഞാൽ പ്രകൃതിയിൽ ഈ രണ്ടല്ലായിക എന്നുള്ളൊരവസ്ഥ, രണ്ടല്ല ഒന്നാണ് എന്ന് പറയുന്നത് ഓക്കെയാണ്. പക്ഷെ ഈ ഒന്നെന്ന് പറയുന്നത് ഒന്നല്ല. ബഹുത്വം എന്നുള്ള സംഭവത്തിൽ രണ്ടായിട്ടാണ് നിൽക്കുന്നത്. ആ ഡ്യുവാലിറ്റി അവിടെ നിലനിൽക്കുന്നുണ്ട്. ആ ഡ്യുവാലിറ്റി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ എല്ലാം ഒരു രൂപത്തിലും കാണാം, മറ്റൊരു രൂപത്തിലും കാണാം. ഒരു പഴയ വീട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇപ്പൊ എന്റെ ഒരു പഴയ സുഹൃത്തിന്റെ വീട്, ഈ നായന്മാരുടെ തിണ്ണന്നൊക്കെ പറയുന്ന പോലെ ആ വീട്ടില് പഴയൊരു വീടാണ്. പണ്ടത്തെ 150-200 വർഷം പഴക്കമുള്ള ഒരു വീട്. അവരത് ചെറിയൊരു വീട്, അത് തുടച്ചു വൃത്തിയാക്കി കുട്ടപ്പനാക്കി ഇടും. ഒരു കാല് ചവിട്ടുന്ന ചവിട്ടി പോലും എല്ലാ ദിവസവും കുളത്തിൽ കൊണ്ട് കഴുകി വൃത്തിയാക്കി കൊണ്ടിടുന്ന അത്. അവിടെ ചെന്ന് ഇരിക്കുമ്പോ തന്നെ നമുക്ക് ആ നീറ്റ്നെസ് കൊണ്ട് ഇരിക്കുമ്പോഴൊരു വല്ലാത്ത സുഖമുണ്ട്. ഈ അവസ്ഥയാണ്. ഈ വീട് കുറച്ചുനാൾ ഉപയോഗിക്കാതെ നമ്മൾ ഇരിക്കുന്നു. കുറച്ചുനാൾ ഉപയോഗിക്കാതെ അതേ വീട് അങ്ങനെ കിടന്നിട്ടുണ്ട്. ഉപയോഗിക്കാതിരുന്നപ്പോ അവിടെ ചെതല് വരുന്നു, എറുമ്പ് വരുന്നു, ചിലന്തി വരുന്നു. അതിങ്ങനെ വളർന്നു പോയിക്കൊണ്ടിരിക്കും. അപ്പോ ഈ ഒരേ വെന്യൂ നമ്മളുടെ വൃത്തിബോധത്തോടു കൂടി, നമ്മുടെ സാംസ്കാരിക ഇടപെടലോട് കൂടി, നമ്മുടെ സംസ്കാരം ഉണ്ടല്ലോ, ആ സംസ്കാരത്തെ മനസ്സിൽ വെച്ചുകൊണ്ടുള്ള നമ്മുടെ ഇടപെടലോട് കൂടി അതിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് ഒരു പ്രത്യേക രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. അതിന് പകരം നമ്മുടെ ഇടപെടൽ ഇല്ലാതാകുന്ന സമയത്ത് മറ്റ് ജീവജാലങ്ങൾ അവരുടേതായ വാസസ്ഥാനമാക്കി മാറ്റുന്നു. അപ്പോൾ അത് മറ്റൊരു വഴിക്ക് പോകും. അപ്പൊ കുറച്ചു മുമ്പ് ഞാനും പുന്നിയും കൂടെ സംസാരിച്ച ഒരു കാര്യമാണ് റഹീമേട്ടന്റെ ഒരു കാര്യത്തിൽ പറയുന്നത്. സ്വാഭാവികത എന്ന് വെച്ചാൽ സ്വഭാവത്തിനനുസരിച്ച് വിട്ടുകൊടുക്കുന്നതാണ്. സ്വാഭാവികമായി പോകുന്നു വെച്ചാൽ അങ്ങനെ നമ്മുടെ സ്വഭാവം ഇതായതുകൊണ്ട് നമ്മൾ അതിനെ കൈകാര്യം ചെയ്യുമ്പോൾ ഇത് വേറൊരു വഴിക്ക് പോകും. അപ്പൊ ഇത് രണ്ടും ശരിയാണ്, രണ്ടും തെറ്റാണെന്ന് പറയുന്നത്, രണ്ടും ശരിയാണ്. അപ്പൊ ഈ രണ്ട് ശരികളിലും നമുക്ക് ഉപയുക്തമാകുന്ന രീതിയിൽ പരിസ്ഥിതിയെ, നമ്മുടെ ഗൃഹത്തെ, നമ്മുടെ ജീവിത പശ്ചാത്തലത്തെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും, പരിചരിക്കേണ്ടി വരും. നമ്മൾ പരിചരിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഒരു പട്ടി ഒരിടത്ത് ഇരിക്കുന്നതിന് മുമ്പ് 5-6 വട്ടം ഒന്ന് കറങ്ങും. അവിടെ ആ സ്ഥലം ഒന്ന് ഒതുക്കാൻ വേണ്ടിയിട്ടുണ്ട്. അവൻ സിമെന്റ് തറയിലാണെങ്കിൽ അവൻ 6 തവണ കറങ്ങും. അത് അവന്റെ ശീലം, അവന്റെ പാരമ്പര്യമായി കിട്ടിയ ശീലം, ജനിതക ശീലം. പക്ഷെ അവിടെയാണെങ്കിലും അവനൊന്ന് കറങ്ങിയിട്ടേ ഇരിക്കും. സാധാരണ രീതിയിൽ അവൻ ഇരിക്കാൻ പോകുന്ന സ്ഥലം ഒന്ന് ഒതുക്കാൻ വേണ്ടിയിട്ടാണ് കറങ്ങുന്നത്. അപ്പോ ഏതൊരു സംഭവത്തെ കിട്ടിയാലും
അതിനെ സംസ്കരിച്ച് തന്റെ പക്ഷത്താക്കുക എന്നുള്ളതാണ് എല്ലാ ജീവ സംവിധാനങ്ങളുടെയും സ്വഭാവം. ഒരു ഭക്ഷണം കിട്ടി, ഭക്ഷണത്തെ നമ്മൾ കഴിക്കുമ്പോൾ ചവച്ചരിച്ച് സംസ്കരിച്ചതിന് ശേഷമാണ് നമ്മൾ എടുക്കുന്നത്. ശരീരത്തിന്റെ അകത്തേക്ക് നേരിട്ട് സംഭവത്തെ എടുക്കുന്നതിന് പകരം ശരീരം ഡിജഷൻ പ്രോസസ്സിലൂടെ കൊണ്ടുപോയിട്ടാണ് അതിനെ എടുക്കുന്നത്. അപ്പൊ എന്ത് കിട്ടിയാലും അതിനെ ഒരു പ്രോസസ്സിലൂടെ കൊണ്ടുപോയി ആ പ്രകൃതി എന്ന് പറയുന്ന ആ ഒരു അതിന്റെ സ്വാഭാവികമായ ഒരു അവസ്ഥയിലൂടെ കൊണ്ടുപോകുന്നുണ്ട് നമ്മള്. അപ്പോ ശരിക്കും പറഞ്ഞാൽ സ്വാഭാവികം എന്ന് പറയുന്നതാണ് പ്രകൃതി. നമ്മൾ അതിന്റെ അകത്തേക്ക് നമ്മുടേതായ സാംസ്കാരിക ഇടപെടൽ നടക്കുമ്പോൾ, സാംസ്കാരിക ഇടപെടൽ സംസ്കരിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ, അതാണ് ഉദ്ദേശിച്ചത്. സംസ്കരിക്കാനുള്ള ഒരു ഇടപെടൽ നടത്തുന്ന സമയത്ത് അത് വികൃതിയായി. അപ്പൊ പ്രകൃതിയും വികൃതിയും, അപ്പൊ ഈ വികൃതിയും പ്രകൃതിയും ഒന്ന് തന്നെയാണ്, രണ്ടവസ്ഥകളാണെന്ന് മാത്രം. നമ്മൾ വികൃതിയെ നിരന്തരം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ അത് ഒരു പ്രകൃതിയായി നിന്നുകൊണ്ട് അതിൽ നിന്നും അടുത്ത ഘട്ടമുണ്ടാകും. ഇപ്പൊ പണ്ട് നമ്മൾ ഓലക്കുടിൽ കെട്ടി, ഓലക്കുടിലിൽ ജീവിച്ച് വളർന്ന ആളുകൾക്ക് അത് ഓടിട്ട വീട് വേണം തോന്നി. ഓടിട്ട വീട്ടിൽ ജനിച്ച ആളുകൾക്ക് കോൺക്രീറ്റ് കെട്ടിടമാണ് സംസ്കാരം എന്ന് തോന്നി. കോൺക്രീറ്റ് കെട്ടിടങ്ങളിൽ ജീവിക്കുന്ന ആളുകൾക്ക് കുറച്ചുകൂടെ അപ്പുറത്തേക്കുള്ള എന്താ പറയുക, ഗ്ലാസ് കൊണ്ടുള്ള സംവിധാനങ്ങളും ഒക്കെ, മെറ്റലും ഗ്ലാസും ഒക്കെ ഉപയോഗിച്ചുള്ള സംവിധാനമാണ് നല്ലതെന്ന് തോന്നുന്നു. അപ്പൊ സംസ്കാരത്തിന്റെ ഓരോ പടവുകളിലും ഈ പ്രകൃതി വികൃതി അകലം ഉണ്ട്. അപ്പൊ ഈ രണ്ടവസ്ഥയും, ഡ്യുവാലിറ്റി എന്നുള്ള അവസ്ഥ ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മൾ ഒന്നിന്റെ സ്വാഭാവികതയെ മനസ്സിലാക്കുമ്പോൾ ഈ രണ്ടവസ്ഥയും അതിനകത്തുണ്ടെന്ന് മനസ്സിലാക്കുക. നമ്മളൊരു കാര്യത്തെ കൈകാര്യം ചെയ്യുന്ന സമയത്ത് നമുക്ക് കൺവീനിയന്റ് ആയ രീതിയിൽ അതിനെ മാറ്റുക എന്നുള്ളതും പ്രകൃതിയാണ്, നമ്മുടെ പ്രകൃതിയാണ്. ഇപ്പൊ മുറ്റം അടിച്ചു വൃത്തിയാക്കി ജീവിക്കുക എന്ന് പറയുന്നത്, നമ്മൾ ജീവിക്കുന്നതിന്റെ ചുറ്റുപാടും ഒക്കെ വൃത്തിയാക്കി വെക്കുക എന്നുള്ളത് നമ്മുടെ സംസ്കാരമാണ്. ആ സംസ്കാരം എന്നുള്ളത് പ്രകൃതിക്ക് വിഭിന്നമായ ഒരു കാര്യമല്ല, പ്രകൃതിയിലുള്ളതാണ്. ഏതൊരു ജീവിയും ആ ജീവിയുടെ എൻവയോൺമെന്റിനെ അതിനുതകുന്ന രീതിയിൽ പക്വപ്പെടുത്താറുണ്ട്. അങ്ങനെ മാത്രമേ നിലനിൽക്കാൻ കഴിയൂ അവയ്ക്ക്. അതുകൊണ്ട് തന്നെ സ്വാഭാവികതയ്ക്ക് നാം വിട്ടുകൊടുക്കുക എന്ന് പറയുമ്പോൾ ആരുടെ സ്വഭാവത്തിലേക്കാണ് വിട്ടുകൊടുക്കുന്നത്? എന്റെ ഇടപെടൽ, എന്റെ സ്വഭാവം എന്താ? മറ്റുള്ളവയെല്ലാം തനിയെ വളരട്ടെ, ഞാനൊന്നും ചെയ്യില്ല എന്നുള്ളൊരു ഒരു നിലപാടാണ്. ഞാൻ ഒന്നിനെയും ബുദ്ധിമുട്ടിക്കില്ല എന്ന്. അങ്ങനെ വരുമ്പോ എന്താണ്? എനിക്ക് നിൽക്കാൻ പോലും ഇടയില്ലാത്ത രീതിയിൽ അവ നമ്മുടെ മുകളിലേക്ക് ആധിപത്യം സ്ഥാപിക്കും. അപ്പൊ നമുക്ക് നിലനിൽക്കണമെങ്കിൽ നമ്മുടെ സ്പേസിനെ ക്ലിയർ ചെയ്ത് വെക്കുക എന്നുള്ളൊരു അവസ്ഥ വേണ്ടി വരും. അപ്പോ സ്വാഭാവികത എന്ന് പറയുന്നത് നമ്മുടെയും കൂടെ സ്വാഭാവികത, നമ്മുടെയും കൂടെ സ്വഭാവം നിലനിർത്തുന്ന അവസ്ഥ എന്ന രീതിയിൽ മനസ്സിലാക്കണം. സുജിത്, ഇതാണ് എന്റെ ഉത്തരം. നമ്മളും പ്രകൃതിയുടെ ഭാഗമായതുകൊണ്ട് നമ്മൾ ചെയ്യുന്നതും പ്രകൃതിയുടെ ഭാഗമായിട്ട് തന്നെ എടുക്കണം. അതെ. ഇത് ഞാനിങ്ങനെ ചോദിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ, നമ്മൾ ഓരോ ദിവസം പ്ലാൻ ചെയ്യും, ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യും. നേരെ പിറ്റേ ദിവസം വരുമ്പോൾ എല്ലാം ഉൾട്ടയായിട്ട് തിരിച്ചു വരും. അങ്ങനെ എല്ലാവരും ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാൻ കാരണം. അപ്പം ഈ പറയുന്ന ഈ പ്രകൃതി എന്ന് പറയുന്നത് രണ്ടായിട്ട് കാണുകയും അത് രണ്ടും ഒന്നാണെന്ന് തിരിച്ചറിയുകയും ചെയ്യുക എന്നുള്ളതാണ് സന്തോഷമായിട്ട് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായത്. അതായത് നമ്മുടെ പ്രകൃതിയും സ്വാഭാവിക അല്ലെങ്കിൽ ആക്ച്വലി എന്താണ് പ്രകൃതി, അത് രണ്ടും രണ്ടാണ്, പക്ഷെ അതൊന്നാണ്. അങ്ങനെയല്ലേ? അതെ, ഒന്നാണ്. എങ്കിലും അവയ്ക്ക് പ്രവർത്തനപരമായി നോക്കുമ്പോൾ ഓരോന്നിനും, ഇപ്പോ പ്രപഞ്ചം മുഴുവൻ ഒറ്റ ബോധമാണ് നമ്മൾ പറയുന്നത്, പക്ഷെ പ്രാദേശിക ബോധങ്ങളുണ്ട്. അവിടെ ദ്വൈതമുണ്ട്. കെട്ടിയ അകലം പോലെ എങ്ങനെ പശുവിനെ കയറി കെട്ടിയാൽ അതിന് പോകാവുന്ന അത്രത്തോളം പരിധിയിലല്ല പോലെ പ്രാദേശിക ബോധം നമ്മുടെ. അത് പ്രാദേശിക ബോധം. ഒരു പശുവിന്റെ കാര്യം, മറ്റൊരു പശുവുണ്ട്, വേറൊരു പശുവുണ്ട്. അപ്പൊ ദ്വൈതം എന്നുള്ള അവസ്ഥ ഇവിടെ ഉണ്ട്, ഇവിടെ ഓൾറെഡി നിലവിലുണ്ട്. ബൈഫർക്കേഷൻ എന്നുള്ള അവസ്ഥയുണ്ട്, ദ്വൈത ദ്വന്ദ്വവൽക്കരണം എന്നുള്ള അവസ്ഥ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികത എന്ന് പറയുന്നത് നമ്മുടെ സ്വാഭാവികതയും പരിസരത്തിന്റെ സ്വാഭാവികതയായിട്ട് നമ്മൾ വിഭജിച്ച് കാണണം. നമ്മുടെ സ്വാഭാവികതയിൽ പോകുന്ന സമയത്ത് പരിസരത്തിന്റെ സ്വാഭാവികതയോടെ പോവാൻ ശരിയാവില്ല, അതിന് വിട്ടുകൊടുത്താൽ ശരിയാവില്ല. നമ്മൾ അതിനനുസരിച്ചുള്ള നീക്കുപോക്കുകൾ നടത്തേണ്ടി വരും. നമ്മളിപ്പോ ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത് നമ്മളുടെ വില്ല് അതിനകത്തുണ്ടെങ്കിൽ, നമ്മുടെ ഇന്റൻഷൻ അകത്തുണ്ടെങ്കിൽ അതിനനുസരിച്ച് പ്രകൃതി മാറി ഒഴുകും. നമ്മളുടെ വില്ലും ഇന്റൻഷനും അതിനകത്ത് എത്ര കുറവാണെന്നനുസരിച്ച് കാര്യങ്ങൾ മാറി മറിയും. അപ്പോ അത്
സ്വേച്ഛ പരേച്ഛ പോലുള്ള കാര്യങ്ങളാണ്. സ്വേച്ഛ നമ്മുടേത്, ഇച്ഛ കൂടുതലാണെങ്കിൽ പരേച്ഛയേക്കാളും പരേച്ഛയെ ഡോമിനേറ്റ് ചെയ്യും. അത് പരേച്ഛയാണ് വലുതെങ്കിൽ സ്വേച്ഛയെ അത് ഡോമിനേറ്റ് ചെയ്യും. അപ്പൊ ഏതാണ് അധികമായി നിൽക്കുന്നത്, എന്താണ് ശരി എന്നുള്ളതിനേക്കാളും ഏതാണ് അധികമായി നിൽക്കുന്നത് അതാണ് പ്രവർത്തിക്കുക. ശരി തെറ്റുകളില്ല ഇവിടെ, കാരണം നമ്മുടെ സ്വാഭാവികമാണ്, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അത് മറ്റുള്ളവയെ മുഴുവൻ ഹനിക്കുന്നത്. ഇപ്പൊ എന്റെ സ്വാഭാവികത എന്നുള്ള രീതിയിൽ ഞാൻ എന്റെ പശ്ചാത്തലത്തെ, എന്റെ പരിസരത്തെ ക്ലിയർ ചെയ്യാൻ നോക്കുന്ന സമയത്ത് അതിന്റെ പേരിൽ എല്ലാം ക്ലിയർ ആക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, വെട്ടിവെളിപ്പിക്കുക എന്നുള്ള പരിപാടി. അത് ചെയ്യുമ്പോൾ അത് കടന്ന കൈയായി പോകുന്നു. അത് ചെറിയൊരു അനുവാദം കിട്ടിയാൽ എല്ലാത്തിന്റെയും അതുകൊണ്ട് മൂടുക എന്നുള്ള ഒരു അവസ്ഥയുണ്ടല്ലോ, ആ പരിപാടി ശരിയാവില്ല. അതൊക്കെ ഒരു സിവിക് സെൻസിന്റെയോ ഒരു എത്തിക്കൽ സെൻസിന്റെയോ ഭാഗമായി സംഭവിക്കേണ്ടതാണ്. ക്ലിയർ ആണോ സുജിത്ത്? അത് ക്ലിയർ ആണ്. ഇത് പറയുമ്പോൾ സിമ്പിൾ ആണെങ്കിലും വളരെയധികം പ്രകൃതിയുമായിട്ട് വളരെ റിലേറ്റഡ് ആയ ശരിക്കും കോംപ്ലിക്കേറ്റഡ് സബ്ജക്റ്റ് ആണ്. നമ്മൾ അതിനെപ്പറ്റി ഡീപ്പായി ചിന്തിക്കുമ്പോൾ നമ്മൾ പറയുന്ന എല്ലാ പ്രകൃതി നിയമങ്ങളും ഇതിൽ വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നതെന്ന് നമ്മൾ ആഴ്ച ചിന്തിക്കുമ്പോൾ ആ സംഭവിക്കാൻ തന്നെ കാരണമുണ്ടെന്നും അതിന് പിന്നെ എന്താ പറയാ, ഈ ഇച്ഛകൾ എന്താണെന്ന് അറിയുന്നത് നമ്മുടെ ഇച്ഛ എത്രത്തോളം ശക്തമാണെന്നും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇച്ഛ എത്രത്തോളം അതിനകത്ത് പവർ ഉണ്ടെന്നുള്ളത് തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ശരിക്കും പലപ്പോഴും നമുക്ക് തോന്നുന്ന ഒരു കാര്യം എന്താ വെച്ചാല്, നമ്മൾ ഒരുപാട് കാര്യം പ്ലാൻ ചെയ്യും, രാത്രി പ്ലാൻ ചെയ്തെല്ലാം ചെയ്യും, രാവിലെ വരുമ്പോഴത്തേക്ക് എല്ലാം തലകീഴായി കിടക്കുകയും ചെയ്യും. എല്ലാവരും ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്. ഇത് വളരെ കോംപ്ലിക്കേഷൻ പിടിച്ച സംഭവമാണ്. അത് നമ്മുടെ ഇന്റൻഷന്റെ ഡെപ്ത് പോലെ ഉണ്ടാവും. നമ്മൾ എത്രത്തോളം ഇന്റന്റ് ചെയ്യുന്നു, നമ്മൾ എത്രത്തോളം ഫോക്കസ്ഡ് ആവുന്നു, അതിനനുസരിച്ച് അത് സംഭവിക്കും. ഇല്ലെങ്കിൽ എന്താണോ പരേച്ഛയായിട്ടുള്ളത് അത് സംഭവിക്കും. അപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം ചോദിച്ചോട്ടെ, അപ്പൊ ഈ ശത്രുദോഷം എന്ന് പറഞ്ഞ സാധനം ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഉണ്ട്. മറ്റുള്ളവർ നമ്മുടെ മുകളിൽ ഇന്റന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സംഭവം അതുപോലെയൊക്കെ സംഭവിക്കും. അതിന് നമ്മുടെ ഉയർച്ച ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് ആരെങ്കിലും മനസ്സിൽ കൊണ്ടു നടക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് അവൻ റീവർക്ക് ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ അവൻ അങ്ങനെ സംഭവിക്കും, അവൻ ഇങ്ങനെ സംഭവിക്കുന്നു പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള പണികൾ കിട്ടിക്കൊണ്ടിരിക്കും നമുക്ക്. പക്ഷെ നമ്മുടെ ഇന്റൻഷൻ ക്ലിയർ ആണെങ്കിൽ മറ്റേതിനെ കവച്ചു വയ്ക്കാൻ നമുക്ക് കഴിയും. നമുക്ക് ഉലച്ചിലാണെങ്കിൽ നമ്മൾ ഉലഞ്ഞു പോവുകയുള്ളൂ. നമ്മൾ മാനസികമായിട്ട് ഉലഞ്ഞാൽ ജീവിതത്തിലല്ലേ. ഓക്കെ അപ്പൊ അത് ഇങ്ങനെ വർക്ക് ചെയ്യുന്നത് കൃത്യമാണ്. ഓക്കെ ഞാൻ കുറച്ച് സമയം കഴിഞ്ഞാൽ എനിക്കൊരു കോൾ ഉണ്ട്. ആയിക്കോട്ടെ. അപ്പോ ചോദ്യങ്ങളുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. അടുത്ത ചോദ്യം ദർശന്റെ ആണ്. ദർശൻ, ഷിനേഷ് നമസ്കാരം. ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് വെക്കണം കേട്ടോ. അമ്മേ നമസ്കാരം. സതീഷും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് വെച്ചോ. ദർശൻ പറഞ്ഞോളൂ. എല്ലാവർക്കും നമസ്കാരം. സന്തോഷം. ചോദ്യം ഇത് എല്ലാവർക്കും എല്ലാ വിഷയത്തിനോടും പൊരുത്തപ്പെടാൻ കഴിയുന്നില്ല. ഇപ്പോ നമ്മൾ എല്ലാ സംഗീതത്തിനോടും എല്ലാ മ്യൂസിക്കിനോടും പൊരുത്തപ്പെടും. ക്ലാസിക്കൽ മ്യൂസിക്, കർണാട്ടിക്, പിന്നെ പാട്ട് ഇട്ടാൽ തുള്ളാനുള്ള അതുപോലത്തെ മ്യൂസിക്കിലൊക്കെ നമ്മൾ പൊരുത്തപ്പെടും. ചിലർക്ക് ചില സംഗീതങ്ങൾ മാത്രമേ ഇഷ്ടപ്പെടും. ഇപ്പോ തുള്ളാനുള്ള പാട്ടിട്ടാൽ തുള്ളാനുള്ള അതുപോലത്തെ പാട്ട് മാത്രമേ ചിലർക്ക് ഇഷ്ടപ്പെടും. പിന്നെ ചിലർക്ക് സംഗീതത്തിനോട് താല്പര്യമേ ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ പോലെ ഉള്ള ആൾക്കാർക്ക് ജീവിതത്തിൽ പല പ്രശ്നങ്ങളും സോൾവ് ചെയ്യാൻ കഴിയുന്നില്ല. സ്മൂത്ത് ആയിട്ട് ഇരിക്കുന്നവർക്ക് പല വിഷയങ്ങളും സോൾവ് ചെയ്യാൻ കഴിയുന്നു. അപ്പോ അവരുടെ തലയ്ക്ക് എന്താണ് പ്രശ്നം, ഇത് അവർ തന്നെ അറിയാതെ ഇതിലൂടെ അവരെ കടത്തിക്കൊണ്ടുവന്ന് ശരിയാക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യം. ശരിയാക്കാൻ പറ്റുമോ എന്നുള്ളത് ഒരു സംശയപ്പെടുന്ന ഒരു ചോദ്യം തന്നെയാണ്. കാരണം ശരിയാക്കാൻ പറ്റുക പലപ്പോഴും സാധ്യമല്ല. പിന്നെ കുറെ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത്
പതുക്കെ പതുക്കെ കുറെ പൊരുത്തമാകാനും അഡ്ജസ്റ്റ് ചെയ്യാനും ഒക്കെ പറ്റുന്ന സമയത്ത് സംഭവിക്കുന്നതേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഉണ്ടാവുന്നത് എന്താണെന്ന് വെച്ചാല് ആളുകൾക്ക് താളബോധം ഉണ്ടാവുക എന്നൊരു കാര്യം. താളബോധം ഉണ്ടാവുക വെച്ചാൽ താളവും ഉണ്ടാവണം, യുക്തിയും ഉണ്ടാവണം. താളബോധം ഉണ്ടാകുന്ന സമയത്താണ് വ്യക്തികൾക്ക് തന്റെ പരിസരവുമായി ചേർന്ന് പോകാൻ കഴിയുക. താളബോധം ഉള്ളിൽ അത് റെസനേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് ചുറ്റുപാടുമുള്ള തൊട്ടു മുമ്പിൽ നടക്കുന്ന ഒരു കാര്യത്തിനനുസരിച്ച് ഉള്ളിൽ ഒരു റെസനൻസ് ഉണ്ടായി, അതിന്റെ അടുത്ത ബീറ്റിനനുസരിച്ച് ഉള്ളിൽ റെസനൻസ് ഉണ്ടായി, അതിനനുസരിച്ച് അവിടുത്തെ ബീറ്റുകൾക്കനുസരിച്ച് അവയുടെ ടെമ്പോയ്ക്കനുസരിച്ച് ഈ റെസനൻസ് ടെമ്പോ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ ഇന്റേണൽ ടെമ്പോയിൽ റെസനൻസ് ഉണ്ടാകുന്ന സമയത്ത് ആണ് ഇവ തമ്മിൽ ഹാർമണി ആവുക. അങ്ങനെ വരുമ്പോഴാണ് എന്റെ ഫ്രീക്വൻസിയും മറ്റൊന്നിന്റെ ഫ്രീക്വൻസിയും തമ്മിൽ ചേർന്ന് പോവുക. ഇത് എല്ലായിടത്തും അവൈലബിൾ ആണ്, എല്ലാ കാര്യങ്ങളിലും. ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ഡിവൈസസിൽ, ഫോണിൽ ഒരാൾക്ക് ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ ഒരാളുടെ നമ്പറിലേക്ക് വിളിച്ചാൽ അയാളെ മാത്രം കിട്ടുന്നത് ഇവിടുന്ന് പോകുന്ന ഫ്രീക്വൻസിയും അവിടുന്ന് പോകുന്ന ഫ്രീക്വൻസിയും ഒന്നാകുന്നതുകൊണ്ടാണ്. ഒരു സ്റ്റേഷനെ ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ റേഡിയോയിൽ അത് മാത്രം കിട്ടുന്നത് ആ ഫ്രീക്വൻസീസ് ഈക്വലന്റ് ആവുന്നത് കൊണ്ടാണ്. അപ്പോ ഈ റെസനൻസ് എന്നുള്ള സംഭവം, രണ്ടുപേരുടെ ഫ്രീക്വൻസികൾ തമ്മിൽ റെസനേറ്റ് ചെയ്യാനുള്ള ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമാണ് അവ തമ്മിൽ ചേർന്ന് പോവുക. അപ്പൊ ഒരു വ്യക്തിക്ക് തന്റെ ചുറ്റുമുള്ള താളം കേൾക്കുന്ന സമയത്ത് ആ താളത്തോട് പൊരുത്തമാകാൻ കഴിയുമ്പോഴാണ് അയാൾക്ക് അത് ആസ്വദിക്കാൻ കഴിയും. അതിൽ തന്നെ ആസ്വാദനത്തിൽ തന്നെ ഒരുപാട് തലങ്ങളുണ്ട്, പല തലങ്ങളുണ്ട്. അതിന് ശരിക്കും ആസ്വദിക്കാൻ പറ്റുന്നവരെ സംബന്ധിച്ചോളം അവർക്ക് അനുരൂപപ്പെടാൻ പറ്റും. ആ ചുറ്റുപാടുമായിട്ട്, പരിസരവുമായിട്ട് അനുരൂപപ്പെടാൻ പറ്റും, താളവുമായി അനുരൂപപ്പെടാൻ പറ്റും, സംഗീതവുമായിട്ട് അനുരൂപപ്പെടാൻ പറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ പലതവണ അനുരൂപപ്പെട്ടതിന്റെ ആവർത്തനം എന്നുള്ള രീതിയിൽ അവർക്ക് നൃത്തം ചെയ്യാൻ തോന്നും, ശരീരം ചലിപ്പിക്കാൻ തോന്നും, ശരീരം മുഴുവൻ ആ റെസനൻസിലേക്ക് കൊണ്ടുവരാൻ തോന്നും. അതിന്റെ ഭാഗമായിട്ട് അവൻ റെസനേറ്റ് ചെയ്യുന്നത്, അവൻ താളമിടുന്നത്, താളത്തിനൊപ്പം പോകുന്നത്. ഈ താളത്തിനൊപ്പം പോകാൻ ശേഷിയുള്ളവന്റെ അടിത്തറയാണ് ഞാൻ പറഞ്ഞത്. അവന്റെ ശരീരത്തിന്റെ ഫ്രീക്വൻസി, മനസ്സിന്റെ ഫ്രീക്വൻസി, ഇന്റേണൽ ബ്രെയിൻ ഫങ്ഷനാലിറ്റിയുടെ ഫ്രീക്വൻസി, ഇവയെല്ലാം റെസനൻസിന് ഉതകുന്ന രീതിയിൽ ആകുന്ന സമയത്ത് അവനെ സംബന്ധിച്ചോളം പുതിയൊരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ആ സിറ്റുവേഷനെയും അതേപോലെ തന്നെ കൈകാര്യം ചെയ്യാൻ അവന് കഴിയും. ഇത് ചെയ്യാൻ കഴിയാത്ത ഒരാൾക്ക്, ഈ റെസനൻസ് ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചോളം സിറ്റുവേഷനെ അതുപോലെ കൈകാര്യം ചെയ്യാൻ കഴിയില്ല. അതുപോലെ കൈകാര്യം ചെയ്യാൻ കഴിയുമ്പോൾ അനുരൂപനം എന്ന് വെച്ചാൽ പൊരുത്തമാകൽ എന്നുള്ള പ്രക്രിയ ബുദ്ധിമുട്ടാവും. അപ്പൊ കോൺഫ്ലിക്ഷൻ ആവും. ഈ കോൺഫ്ലിക്ട് എന്നുള്ള സംഭവം അവനവന്റെ ജീവിതത്തിൽ വരുന്ന ആ കോൺഫ്ലിക്റ്റിനെ സൊല്യൂഷൻ കൊടുക്കാൻ വേണ്ടി, അതിനെ റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവൻ വേറൊരു സങ്കേതം, ഇവന്റെ യുക്തി കൊണ്ടാണ് കണ്ടെത്തുന്നത്, ബുദ്ധി കൊണ്ട് കണ്ടെത്തുന്നത്. ആ ബുദ്ധി എന്നുള്ള സാധനം ആ ഫിസിക്കൽ അല്ലെങ്കിൽ എന്താ പറയാ, പ്ലാസ്മിക് ആയിട്ടുള്ള ഒരു ഫീൽഡിൽ, പ്ലാസ്മിക് ആയിട്ടുള്ള ഒരു മണ്ഡലത്തിൽ, മാഗ്നറ്റിക് ആയിട്ടുള്ള എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി പറയാം, ആ മാഗ്നറ്റിക് ആയിട്ടുള്ള ഒരു മണ്ഡലത്തിൽ റെസൊണൻസ് കൊണ്ടുവരാൻ ശേഷിയില്ലാത്തതായിരിക്കും. അപ്പോ സ്വാഭാവികമായിട്ടും ആ ബുദ്ധി കൊണ്ട് റിസോൾവ് ചെയ്യാൻ പറ്റില്ല, ലോജിക്കൽ കോമ്പൻസേഷൻ കൊണ്ട് റിസോൾവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ കോൺഫ്ലിക്റ്റുകൾ നിലനിൽക്കും. അങ്ങനെയാണ് ചില ആളുകളുടെ ജീവിതത്തിൽ നിരന്തരം കോൺഫ്ലിക്റ്റ് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പൊ നമ്മുടെ അടുത്ത് വരാറുള്ള ചില വ്യക്തികൾ കോൺഫ്ലിക്റ്റ് ഒഴിഞ്ഞിട്ടുള്ള കാലമില്ല അവർക്ക്, നിരന്തരമായിട്ട് പ്രശ്നങ്ങളിലാണ്. പ്രശ്നങ്ങൾ രാവിലെ ഒരു പ്രശ്നം, ഉച്ചയ്ക്ക് ഒരു പ്രശ്നം, വൈകിട്ട് ഒരു പ്രശ്നം. അവരെ സംബന്ധിച്ച് ഈ ഒരു പ്രശ്നമാണ്. അവർക്കത് സോൾവ് ചെയ്യാൻ പറ്റാതെ പോകുന്നത് അവരുടെ ആ താളാത്മകതയുടെ ഒരു പ്രശ്നമാണ്. താളബോധമുള്ളവർക്ക് പോലും താളാത്മകതയിൽ പ്രശ്നം വരട്ടെ. അത് ശീലവുമായി ബന്ധപ്പെട്ടതാണ്, പാരഡൈമുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ പോലും ഇതാണ് ഇതിലെ പ്രധാന പ്രശ്നം. താളബോധം കൂടുതലുള്ള ആളുകൾക്ക് റെസനൻസ് കൂടുതലായിരിക്കും. അവർക്ക് പ്രോബ്ലംസ് വരുമ്പോഴും അതിനോടും റെസനേറ്റ് ചെയ്തുകൊണ്ട് റിസോൾവ് ചെയ്യാൻ പറ്റും. അതാണ് കാരണമായിട്ട് വരുന്നത്. ദർശൻ, ഇതാണ് എന്റെ ഉത്തരം. ക്ലിയർ ആണോ? ഒരു വശം ക്ലിയർ ആണ്. ക്ലിയർ ആകാത്ത വശം കൂടെ പറയും. ക്ലിയർ ആകാത്ത വശം പറയണെങ്കിൽ ഞാൻ വേറൊരു ചോദ്യത്തിലൂടെ പോയി. അപ്പൊ ഇതിവിടെ നിൽക്കട്ടെ, ഞാൻ പിന്നെ ചോദിക്കാം. അല്ല, ഇവിടെ വേറെ ചോദ്യങ്ങളില്ല, അപ്പൊ ചോദിച്ചോളൂ. ചോദിക്കാം. ഒരു സെക്കൻഡ്. ചോദ്യങ്ങളുള്ളവർ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് വെക്കണേ, ഇല്ലെങ്കിൽ നമ്മൾ പരിപാടി ചോദ്യങ്ങൾ ഇല്ലാതാവുന്ന നിമിഷം നമ്മളത് നിർത്തും.
ദർശന്റെ ഫോട്ടോ നന്നായിട്ടുണ്ട്. ഇത് ലാബല്ലേ ഏട്ടാ? ലാഭ ഐം സോറി, ഒരു മിനിറ്റ് ഞാൻ ഇപ്പൊ വരാം, ഒരു മിനിറ്റ്. ഓക്കെ, ചോദ്യങ്ങൾ ഒന്നും കാണുന്നില്ല. സിറാജിന്റെ ചോദ്യം കാണട്ടെ. സിറാജ്, നമ്മുടെ ഇതിന്റെ ഒരു നിയമം എന്ന് പറയുന്നത് റേഞ്ച് ഭയങ്കര പ്രശ്നമാണെങ്കിൽ അത് അറിയിക്കുക, അതല്ലെങ്കിൽ മുഖം ഒന്ന് കാണിക്കണം എന്നാണ്. മുഖം കാണിച്ച് വേണം ഈ പരിപാടി പങ്കെടുക്കാൻ നമ്മൾ പറയാ. എന്തായാലും പറയൂ സിറാജ്, ചോദ്യം ചോദിക്കും. മുഖം കാണിച്ചാൽ ഇവിടെയുള്ള ആളുകൾക്കും കൂടെ സിറാജിനെ കാണാൻ പറ്റും. റേഞ്ചിന്റെ പ്രശ്നം, കുറച്ച് വെളിച്ചില്ലാത്ത സ്ഥലത്താണ് നിൽക്കുന്നത്. കുഴപ്പമില്ല. ചോദ്യം ചോദിച്ചോളൂ. എന്റെ ചോദ്യം, ഞങ്ങൾക്ക് ഇതുവരെയുള്ള ഇതൊന്നും കേട്ടിട്ടില്ല, എന്നാലും ഞാൻ ചോദിക്കുക. ഇതുവരെ ചർച്ച ചെയ്ത് എന്താണെന്ന് അറിയില്ല. ഏത് സാഹചര്യത്തിലും പോസിറ്റീവായി നിൽക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? ഏത് സാഹചര്യത്തിലും പോസിറ്റീവായി നിൽക്കാനുള്ള മാർഗം എന്ന് പറയുന്നത്, നമ്മൾ അതിനെ എളുപ്പത്തിൽ വിളിക്കുന്ന ഒരു പേരുണ്ട്, പോസിറ്റിവേഷൻ എന്നാണ് പറയുക. പോസിറ്റിവേറ്റ് ചെയ്യുക എന്നാണ് പറയുക. ഒന്ന്, നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഗതി, ആ ഗതിയെ കുറിച്ചുള്ള ഒരു ബോധ്യമാണ് ആദ്യമേ വേണ്ടത്. അത് ലൈഫ് എന്നുള്ള ആ ഒരു ഫിനോമിനൻ തന്നെ, അത് ലൈഫ് ഒരു പ്രോസസ്സാണെന്ന് പറയാം, ഒരു ആക്ഷൻ ആണെന്ന് പറയാം, നമുക്ക് ഒരു ഫിനോമിനൻ എന്ന് വിളിക്കാം. ലൈഫ് എന്നുള്ള ആ ഒരു ഫിനോമിനൻ തന്നെ പോസിറ്റീവാണ്. കാരണം നമ്മുടെ ജന്മത്തെ കുറിച്ച് ആലോചിച്ചാൽ മതി. നമ്മൾ ജനിച്ചത് ഒട്ടേറെ സ്പേമുകളിൽ നിന്നും ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള ഒരു സൈഗോട്ട് ആയിട്ടാണ്. അങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്നതാണ് നമ്മൾ. അപ്പോ എപ്പോഴും തന്റെ സിസ്റ്റത്തെ, തന്റെ വ്യവസ്ഥയെ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒരു സ്വഭാവമാണ് ജീവനുള്ള എല്ലാ വ്യവസ്ഥകൾക്കും ഉള്ളത്. അത് നിരന്തരം നവീകരിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ ഈ നവീകരണത്തിന് വേണ്ടിയുള്ള ഒരു പ്രക്രിയ നമ്മുടെ ഉള്ളിലുണ്ട്. അതാണ് നിരന്തരം സംഭവിക്കുന്നത്. പക്ഷെ നമ്മൾ അഹം എന്നുള്ള സംഭവത്തിന്റെയും അഹത്തെ ആധാരമാക്കിയിട്ടുള്ള ഒരു മനോമണ്ഡലത്തിന്റെയും നിയന്ത്രണത്തിലായിരിക്കുന്നത് കൊണ്ട്, ഞാൻ ഈ പറയുമ്പോൾ അഹം എന്താണെന്നും മനസ്സെന്താണെന്നും ഒക്കെ പറയേണ്ടതുണ്ട്. അതെല്ലാം ഒരുപാട് സമയം കളയും എന്നുള്ളത് കൊണ്ട് ഞാൻ അവയിലേക്ക് പോകുന്നില്ല. അവയ്ക്കെല്ലാം ഒളിമ്പസിന്റെ അകത്ത് വിശദീകരണം ഉണ്ട്. അപ്പോ ഈ അഹം എന്നുള്ള ആ അവസ്ഥയിൽ എത്തുന്ന സമയത്ത് അഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ആദ്യമേ അഹം ഉണ്ടാകുന്നത് ഒരു വേലി കെട്ടിക്കൊണ്ടാണ്. ഉപരിവ്യവസ്ഥയുടെ ഒരു പ്രത്യേക ധർമ്മം നിർവഹിക്കാനായിട്ടുള്ള ഒരു വേലി, ആ വേലി കെട്ടിക്കൊണ്ടാണ് ഈ അഹം എന്നുള്ള അവസ്ഥ ഉണ്ടാകുന്നത്. അപ്പോ അഹത്തിന് ഈ വേലിക്ക് പുറത്തും അകത്തുമുള്ള തന്റെ ആ വ്യത്യസ്ത മുഖങ്ങളുണ്ടല്ലോ, ഈ മുഖങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ഇവ രണ്ടും തമ്മിൽ സമവാഗത്തിലായി തീർക്കാൻ കഴിയായികയുടെ ഒരു പ്രശ്നം നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കും. ആ നിരന്തരമുള്ള ആ അവസ്ഥ കൊണ്ട് തന്നെ ഒരു വല്ലാത്ത ശോകം അതിനകത്തുണ്ടായിരിക്കും. അഹത്തിന്റെ സ്ഥായി ഭാവമാണ് ഈ ശോകം എന്നുള്ളത്. അപ്പോ ജീവൻ ആയി കഴിയുന്ന ഒരു വ്യവസ്ഥയ്ക്കും ഈ ശോകം എന്നുള്ളൊരു അവസ്ഥയുണ്ട്. കാരണം തന്റെ സമ്പൂർണ്ണ സ്വാതന്ത്ര്യത്തിലേക്ക് പോകാൻ കഴിയാതെ അടച്ചിടപ്പെട്ട ബോധമാണ് ഈ ജീവന്റെ ഭാഗത്തായിട്ടുള്ള പ്രാദേശിക ബോധം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ശോകം എന്നുള്ള സ്ഥാനം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയും ചെയ്യും. ജീവൻ എന്ന് പറയുന്നത് ഫിസിക്കലി അത് പോസിറ്റീവായിട്ടാണ് വരുന്നത്. അഹം എന്ന രീതിയിൽ അതിനെ രൂപവൽക്കരിക്കുന്ന സമയത്ത് അഹത്തിനാണെങ്കിൽ ശോകത്തിന്റെ സ്വാധീനം ഉണ്ടാവുകയും ചെയ്യും. ഇവ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആണ് ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവുക. അപ്പോ ഈ അഹം എന്നുള്ള സംഭവം നമ്മളെ ഭരിക്കാതിരിക്കാൻ പാകത്തിൽ ജീവിതം ശുഭമാണെന്നുള്ളൊരവസ്ഥയെ ബോധ്യപ്പെടുകയാണ് നമ്മൾ ആദ്യം വേണ്ടത്. ഈ ശോകം എന്നുള്ളത് ഒരു പരിസ്ഥിതിയാണ്,
ഇപ്പൊ ഭൂമിക്ക് കാലാവസ്ഥ എന്ന് പറയുന്നത് പോലെ ശരീരത്തിന്റെ അകം വ്യവസ്ഥയും പുറം വ്യവസ്ഥയും അല്ലെങ്കിൽ അകത്തുള്ള വ്യവസ്ഥകൾ തമ്മിലുള്ള കൈമാറ്റത്തിന്റെ ഒരു പരിസ്ഥിതിയാണ്, കാലാവസ്ഥയാണ് നമ്മുടെ വികാരം എന്ന് നമ്മൾ അറിയുന്നത്. ശരീരത്തിനകത്തെ ഒരു കാലാവസ്ഥയാണ് നമ്മുടെ വികാരം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ നമ്മൾക്ക് ഒരു വികാരം ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ചുറ്റുപാടുമായി അല്ലെങ്കിൽ അകത്തുള്ള ചില ഘടകങ്ങളുമായിട്ട് ആരോഗ്യ പ്രശ്നം ഉണ്ടാകുമ്പോൾ നമുക്ക് ഭയങ്കര അണീസിനെസ് തോന്നും. നമുക്കൊരു ഭയം തോന്നിക്കഴിഞ്ഞാൽ അണീസിനെസ് തോന്നും. നമുക്ക് ചില പ്രത്യേക വികാരങ്ങൾ ഉണ്ടാകുമ്പോൾ അണീസിനെസ് തോന്നും. ഇത് അകത്തുള്ള ആ ഘടകങ്ങൾ തമ്മിലുള്ള വിനിമയം പൂർത്തീകരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്, അവയെ ബാലൻസ് ചെയ്ത് നിർത്താൻ കഴിയാത്തത് കൊണ്ടാണ് ആ അണീസിനെസ് ഉണ്ടാകുന്നത്. അപ്പോ അവിടെ ആ അണീസിനെസ് ഉണ്ടാകുന്ന സമയത്ത് അതിനെ അതിജീവിക്കാൻ നമുക്ക് വേണ്ടത് എന്താണ്? ശരീരം ശുഭമായിരിക്കും, ശരീരം എപ്പോഴും അതിന്റെ ഇക്വിലിബ്രിയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും, ഹോമിയോസ്റ്റാസിസ് എന്നുള്ള സ്റ്റേറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കും എന്ന ബോധ്യം ഉണ്ടാവുകയാണ്. ഏതൊരവസ്ഥയിലൂടെ പോയാലും അത് തിരിച്ച് പഴയപടി കൊണ്ടുവരാനുള്ള ഒരു സൈബർനെറ്റിക്സ് നമ്മുടെ ശരീരത്തിലും ജീവിതത്തിലും മനസ്സിലും ഉണ്ട് എന്ന ബോധ്യം ഉണ്ടാവുകയാണ് വേണ്ടത്. ഇപ്പൊ ഒരു പശുവിനെ സംബന്ധിച്ചുള്ള പശുവിനൊരു തല്ല് കിട്ടി, തല്ല് കിട്ടുമ്പോൾ വിഷമാണ്. അത് കഴിഞ്ഞാൽ അടുത്ത നിമിഷം മുതൽ അത് പിന്നെയും മേയാൻ തുടങ്ങും. അത് കാരണം അത് വർത്തമാനത്തിൽ ജീവിക്കുന്നത് കൊണ്ടാണ്. അത് ശോകം എന്നുള്ള സംഭവം അതിനെ ഭരിക്കുന്നില്ല. മനുഷ്യനെ സംബന്ധിച്ചോളം മൂർത്തരൂപങ്ങളില്ലാതെ ഭാവന ചെയ്യാൻ അവന് ശേഷിയുള്ളത് കൊണ്ട് തന്നെ ഈ ശോകം എന്നുള്ളത് അവൻ എപ്പോഴും എടുത്ത് സൂക്ഷിച്ചുകൊണ്ടിരിക്കും. ആ ശോകം എന്നുള്ള സംഭവം ഇവന്റെ നിലവിലുള്ള യാത്രയിൽ നിരന്തരം കൂടെ നിൽക്കും. അപ്പോ ശുഭകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോകാതെ ഇവനെ പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കും. അതേസമയം ശരീരം അതിന്റെ ഇക്വിലിബ്രിയത്തിലൂടെ പോകുന്നതാണ് എന്ന് ബോധ്യം വന്ന ഒരാൾക്ക്, ഇത് ശരീരം എപ്പോഴും റിസൈൽ ചെയ്യും, അതിന്റെ ശുഭകരമായ അവസ്ഥയിലേക്ക് പോകും എന്ന് ബോധ്യം വന്നുള്ള ഒരാൾക്ക് അതിന് ഇമോഷണൽ ഇന്റലിജൻസിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വരും, അത്തരം പ്രാക്ടീസുകളിലൂടെ കടന്നു പോകേണ്ടി വരും. അത്തരത്തിലുള്ള ഒരാൾക്ക് ശുഭകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് പെട്ടെന്ന് തിരിച്ച് ലാൻഡ് ചെയ്യാൻ പറ്റും. എന്നാൽ കുറച്ചുകൂടെ നമ്മൾ സ്പിരിച്വൽ കോഷ്യന്റിന്റെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറുമ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നെഗേറ്റ് ചെയ്യുന്ന സമയത്ത്, നമ്മുടെ ഉള്ളിൽ ഒരു നെഗറ്റീവ് എൻവയോൺമെന്റ് ഉണ്ടാവുന്ന സമയത്ത് ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ അതിനെ ഐഡന്റിഫൈ ചെയ്യുക. ഐഡന്റിഫൈ ചെയ്ത് ഇതാ ഈ വഴിക്ക് പോകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, നമ്മൾ സൈക്കിൾ ഓടിക്കുന്നു അല്ലെങ്കിൽ ബൈക്ക് ഓടിക്കുന്നു, കാർ ഓടിക്കുന്നു, അപ്പോൾ നമ്മൾ ആ ഓടിക്കുന്ന വഴിയിൽ നിന്നും ഒന്ന് പതുക്കെ തിരിഞ്ഞാൽ മതി. ഒന്ന് പതുക്കെ തിരിഞ്ഞാൽ ഇതാ തിരിയുന്നു, അപ്പൊ ഉടനെ തന്നെ നമ്മൾ സ്റ്റിയറിംഗ് അല്ലെങ്കിൽ ഹാൻഡിൽ ബാർ ഒന്ന് തിരിച്ചിട്ട് വീണ്ടും പഴയപടിയിലേക്ക് കൊണ്ടുവരും. തിരിക്കുന്നത് ആ പഴയപടി എത്താനുള്ളതല്ല, അതിനേക്കാൾ കുറച്ചുകൂടെ തിരിച്ചു കഴിഞ്ഞാൽ പഴയപടി ഇത് എത്തുള്ളൂ. അപ്പൊ കുറച്ചുകൂടെ തിരിച്ചിട്ട് അവിടെ കൊണ്ടുവന്നിട്ട് വീണ്ടും ഇതിനെ നോർമൽ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരും സ്റ്റിയറിങ്ങിനെ. അതുപോലെ ജീവിതത്തിന്റെ വഴി മാറുന്ന സമയത്ത് നമുക്ക് ഇതിനെ തിരിച്ച് ബലം പ്രയോഗിച്ച് തിരിച്ചു കൊണ്ടുവന്നിട്ട് വേണം ഇതിനെ നോർമാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ. അതിനുവേണ്ടിയാണ് പോസിറ്റിവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഈ മുമ്പേ പറഞ്ഞ കാലാവസ്ഥ, അകത്തുള്ള കാലാവസ്ഥ അഥവാ വികാരങ്ങൾ എന്നുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ആ വികാരങ്ങളെ വരുന്ന സമയത്ത് തന്നെ ഐഡന്റിഫൈ ചെയ്യണം. ഇതാ ഇന്ന വികാരം എന്നിലേക്ക് വന്നെത്തുന്നു, ഇന്ന വികാരം വന്ന സമയത്ത് ഇതൊക്കെയാണ് എന്റെ ഫിസിക്കൽ ആയിട്ടുള്ള തെളിവുകളായി നിൽക്കുക. ആ തെളിവുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അത് തെളിവുകൾ ഫിസിക്കലായിട്ടുള്ള ഇന്ന എന്താ പറയാ സൂചനകൾ എനിക്ക് തന്നുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ അത് വെളിപ്പെടുത്തും. അപ്പോൾ അതിലേക്ക് പോകുമ്പോഴൊക്കെ എനിക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാവും, എനിക്ക് ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് അത് വേണ്ട എങ്കിൽ ഏത് വികാരത്തിലേക്കാണ് പോകേണ്ടത് ആ വികാരത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിലേക്ക് പരിവർത്തിപ്പിക്കാനുള്ള ഒരു പ്രാക്ടീസ് നമ്മൾ ചെയ്യേണ്ടി വരും. അതിനാണ് പോസിറ്റിവേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ സമയത്ത് പോസിറ്റിവിറ്റി ചെയ്യുന്ന സമയത്ത് നമ്മൾ നെഗേഷനിലൂടെ പോകുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ വേവ് വല്ലാണ്ട് ഉയരും, നമ്മുടെ ബ്രീത്ത് റേറ്റ് ഭയങ്കരമായിട്ട് ഉയരും, നമ്മുടെ ശരീരത്തിലെ ഓക്സിജന്റെ സപ്ലൈ കുറയും, BP കൂടും. ഓക്സിജൻ സപ്ലൈ കുറയുമ്പോൾ BP സ്വാഭാവികമായിട്ടും കൂടും. ഇങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ ഫിസിയോളജിക്കലി തന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഇതിനെ മാറ്റാനായിട്ട് നമ്മൾ ഉടനെ തന്നെ ഇന്ദ്രിയങ്ങളെ ആദ്യം കട്ട് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ആദ്യം തന്നെ ഇന്ദ്രിയങ്ങളെല്ലാം കട്ട് ചെയ്യുക, വെളിയിൽ നിന്നുള്ള ഇൻപുട്ടുകൾ കട്ട് ചെയ്യുക, തോട്ടിനെ കട്ട് ചെയ്യുക. അത് അത്ര ഈസി അല്ല. തോട്ടിനെ കട്ട് ചെയ്യുക എന്നുള്ളത് ഈസി അല്ലെങ്കിൽ പോലും നമ്മൾ നേരെ ബ്രീത്തിലേക്ക് ശ്രദ്ധിക്കുക, ബ്രീത്തിന്റെ ലെങ്ത് കൂട്ടുക, ഓക്സിജന്റെ ഇൻടേക്ക് കൂട്ടുക. അത് ബ്രീത്തിന്റെ ലെങ്ത് കൂട്ടുക വഴി ഓക്സിജൻ ഇൻടേക്ക് കൂട്ടുക. അങ്ങനെ കൂടുന്ന സമയത്ത് ശരീരം വളരെ പതുക്കെ ഇങ്ങനെ സെഡിമെന്റ് ചെയ്ത് വരും. എന്നിട്ട് ബ്രീത്തിനെ മാത്രം ശ്രദ്ധിച്ചിരിക്കുന്ന സമയത്ത് നമ്മളുടെ ബ്രെയിൻ വേവ് വളരെ താഴത്തേക്ക് വരും. അപ്പൊ ഇതാണ് പോസിറ്റിവേഷന്റെ എൻവയോൺമെന്റ്. ഈ എൻവയോൺമെന്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഘട്ടത്തിൽ നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇമോഷനെ നമ്മൾ അസ്യൂം ചെയ്യുക, നമ്മൾ ഇമാജിൻ ചെയ്യുക. ആ ഇമാജിനേഷനിലേക്ക് പോയിട്ട് നമ്മുടെ ശരീരം സ്ട്രെസ്ഡ് ആകുന്ന ഒരവസ്ഥ,
നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന മറ്റു മാറ്റങ്ങളൊക്കെ നമ്മൾ ചടഞ്ഞിരിക്കുന്നുണ്ടാവും. ഈ പോസ്റ്ററുകളും എല്ലാം മാറ്റിയിട്ട് നമ്മൾ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് നമ്മളെ അങ്ങ് പരിവർത്തിപ്പിക്കുക. നമ്മുടെ പോസ്റ്റുകൾ, ഗസ്റ്റർ എല്ലാം മാറ്റുക. അങ്ങനെ മാറ്റിയിട്ട് വളരെ ആക്റ്റീവ് ആവുന്ന ഒരു സ്റ്റേജിലേക്ക് പോവുക. മെന്റലി നമ്മൾ ആ ഒരു കണ്ടീഷനിലേക്ക് ചെല്ലുക. എന്നിട്ട് അതിനനുസരിച്ചുള്ള ആക്ടിവിറ്റിയിലേക്ക് ഇടപെടുക. നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന കോപ്പി ചെയ്തുകൊണ്ട് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് ഇടപെടുക. ഈ രീതിയിലാണ് നമുക്ക് പോസിറ്റീവേഷനിലേക്ക് ചെല്ലാൻ കഴിയുക. ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇങ്ങനെ കുറച്ച് നാൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ, എപ്പോഴെങ്കിലും നമുക്ക് ബുദ്ധിമുട്ട് വന്ന സമയത്ത് തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി, ഒരു ഡ്രൈവർ വർത്താനം പറഞ്ഞുകൊണ്ട് വണ്ടി ഓടിക്കുന്ന സമയത്ത് റോഡ് അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിച്ചാലും ഒക്കെ അയാളുടെ കൈകൾ സ്വാഭാവിക സ്റ്റിയറിംഗിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ചുകൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് പോലെ നമ്മുടെ ഇമോഷണൽ സൈബർനെറ്റിക്സ് വളരെ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. അതുവഴി നമുക്ക് ആ മൂഡിനെ ലീഡ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ ഇതാണ് പോസിറ്റീവേഷന്റെ ഒരു പ്രാക്ടിക്കൽ സൈഡ്. സിറാജ്, ക്ലിയർ ആയോ? അല്പം റേഞ്ചുള്ളിടത്തേക്ക് നീങ്ങി നിൽക്കാമോ? കേൾക്കുന്നില്ല. സിറാജ് പറയുന്നത് ക്ലിയർ ആയോ? ഞാൻ പറഞ്ഞത് ക്ലിയർ ആയോ? ഇത് കുറച്ചുകൂടി സിമ്പിളായി പറയുകയാണെങ്കിൽ സൗകര്യം. ഇത്രയേ ഉള്ളൂ സിറാജ്. സിറാജിന്റെ ചോദ്യം നമുക്ക് അങ്ങനെ പോസിറ്റീവ് ആയിരിക്കാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളതല്ലേ? ഒന്ന്, നെഗറ്റീവ് ആയിട്ടുള്ള ഇൻപുട്ടുകൾ ഒഴിവാക്കുക. പത്രം, TV, സോഷ്യൽ മീഡിയ, ഈ സാധനത്തിന്റെ ഇൻപുട്ട് കുറയ്ക്കുക, പറ്റുമെങ്കിൽ നിർത്തുക, എന്നേക്കുമായി നിർത്തുക. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ചുറ്റുപാടും ഉണ്ടാവുന്ന ഏത് കാര്യങ്ങളെയും അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക. ഏത് കാര്യത്തെയും, അത് നമുക്ക് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കേണ്ട ഒരു കാര്യമാണെങ്കിൽ പോലും അവയെ സ്വീകരിക്കാൻ പഠിക്കുക. കാരണം ഇന്ന് എനിക്ക് ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ അബദ്ധം നാളെ എനിക്ക് വേണ്ടിയുള്ള ഒരു ട്രെയിനിങ് ആയിരുന്നു എന്ന് മനസ്സിലാവുന്ന ഒരു നിമിഷമുണ്ട്. അങ്ങനെ ജീവിതത്തിൽ ഒരുപാട് ഘട്ടങ്ങൾ നമ്മൾ കടന്നു വന്നിട്ടുണ്ടാവും. അവയൊക്കെ ഒന്ന് അനലൈസ് ചെയ്ത് വെക്കുക. എന്നിട്ട് അത് അനലൈസ് ചെയ്തതിനു ശേഷം നമ്മൾ മനസ്സിലാക്കുക, അപ്പോ ഇങ്ങനെ അനലൈസ് ചെയ്ത് വെക്കുന്ന സമയത്ത് നമുക്കൊരു കാര്യം ഉണ്ടാവും. നെഗറ്റീവ് ഉണ്ടാവുന്ന സമയത്തൊക്കെ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് നാളത്തേക്കുള്ള ഒരു പോസിറ്റീവ് ലെസൺ ആണെന്ന്. അങ്ങനെ വരുമ്പോൾ തന്നെ നമുക്ക് ആ വരുന്ന ഏത് കാര്യമാണെങ്കിലും അതിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് ഗ്രേറ്റ്ഫുൾ ആയിരിക്കാൻ പറ്റും. അങ്ങനെ ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക. പിന്നെ എപ്പോഴെങ്കിലും മൂഡ് സഡൻ ആയിട്ട് താഴെ പോയിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ കണ്ണടയ്ക്കുക, ഇൻപുട്ടുകളെല്ലാം ഒഴിവാക്കുക. എന്നുവെച്ചാൽ കണ്ണുകൊണ്ട് കാണുന്നത്, ചെവി കൊണ്ട് കേൾക്കുന്നത് എല്ലാം ഒഴിവാക്കുക. എന്നിട്ട് ഒരിടത്ത് ഇരിക്കുക, നല്ലപോലെ ബ്രീത്ത് ചെയ്യുക, ലോങ് ബ്രീത്ത് ചെയ്യുക, നല്ലപോലെ ഓക്സിജൻ ഇൻടേക്ക് കൂട്ടുക. എന്നിട്ട് അവിടെ നിന്നും ഇപ്പോൾ എനിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ത് ശരീരത്തിൽ എന്ത് ചലനമാണ് സംഭവിക്കുന്നത് നിരീക്ഷിച്ചിട്ട് അതിനെ റിലാക്സ്ഡ് ആക്കാൻ കമന്റ് കൊടുക്കുക. എന്നിട്ട് ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇമോഷൻ ഫീൽ മനസ്സിൽ കൊണ്ടുവന്നിട്ട് അതിലേക്ക് ശരീരത്തെ മുഴുവൻ അങ്ങ് പരിവർത്തിപ്പിക്കുക. ആ ശരീരം അങ്ങനെ മാറുന്നതായിട്ട് സങ്കല്പിക്കുക. വീണ്ടും 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 സങ്കല്പിക്കുക. ഒറ്റ പ്രാവശ്യം കൊണ്ടൊന്നും ആവില്ല. അത് കുറച്ച് പ്രാവശ്യം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പോസിറ്റീവേഷന്റെ പ്രോഗ്രാം കോഴ്സ് അതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു പരിവർത്തനത്തിലേക്ക് കൂടെ പോയി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് പോസിറ്റീവ് ആകാൻ പറ്റും. ഇതാണ് അതിനുള്ള വഴി സിറാജ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, നമുക്ക് അടുത്തത് ദർശന്റെ ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം, ഇപ്പോ ഞാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ ഒരുപാട് കൂടുതൽ ആഗ്രഹിച്ച് കിട്ടിയ ഒരു വിഷയം കുറച്ച് ദിവസങ്ങളിനുള്ളിൽ അത് കൈമാറി പോകുന്നു. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എനിക്ക് സംഗീതം, മൃദംഗം ആൻഡ് വയലിൻ, ഇത് സംഗീതം പാടാൻ നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. വയലിൻ ക്ലാസ് കുറെ അറ്റൻഡ് ചെയ്തു, മൃദംഗം ക്ലാസ് കുറെ അറ്റൻഡ് ചെയ്തു, വായ്പാട്ട് ക്ലാസ് കുറെ അറ്റൻഡ് ചെയ്തു. പക്ഷെ ചില കാലങ്ങൾ കഴിഞ്ഞ് അതൊക്കെ നിന്നുപോയി. എനിക്ക് ഇപ്പവും ആഗ്രഹമാണ് പോകാൻ വേണ്ടി, പക്ഷെ അത് കിട്ടുന്നില്ല. ഒന്നാമത്തേത് പൈസ ഞാൻ കൂടുതൽ ആഗ്രഹിക്കുന്നു.
അപ്പോ കുറെ ദിവസങ്ങൾ പൈസ ഉണ്ട്, പഠിക്കാൻ കിട്ടുന്നുണ്ട്, പിന്നെ ആ പൈസ മാറിപ്പോകും. വേറെ ഒന്ന് പഠിക്കാൻ ഇറങ്ങിയാൽ കുറെ പൈസ കിട്ടും, പിന്നെ കൊടുക്കും, പിന്നെ മാറിപ്പോകും. ഇപ്പൊ ഇത് എന്റെ തലയ്ക്കാണോ പ്രശ്നം? പ്രകൃതി എന്ന് അങ്ങനെ മാറ്റാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അതാണ് ചോദ്യം. പ്രകൃതി മാറ്റാൻ വേണ്ടി ഒന്നും ചെയ്യുന്നില്ല, പകരം തലയ്ക്ക് തന്നെയാണ് പ്രശ്നം. തലയാണ് അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്, പാരഡൈമാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. കൺസിസ്റ്റൻസി ഇല്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അത് കിട്ടാതാകുന്ന വെച്ചാൽ നമുക്കൊരു കാര്യം ചെയ്യാനായിട്ട് നമ്മൾ ആ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നിരന്തരം അതിലൂടെ കടന്നു പോകണമെങ്കിൽ നമുക്ക് അതിന് കൺസിസ്റ്റൻസി ഉണ്ടാവണം, പെർസിസ്റ്റ് ചെയ്യാൻ പറ്റണം, നമുക്ക് അതിനകത്ത് തന്നെ നിൽക്കാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫോക്കസ് ഉണ്ടാവണം. അപ്പോൾ ഈ ഫോക്കസ് ഉണ്ടാവുക എന്നുള്ള കാര്യം ഒരു വശത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ എന്തെങ്കിലും ചെയ്താൽ അത് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, ഐ അക്കംപ്ലിഷ് തിങ്സ് എന്നുള്ള കാര്യം നമ്മുടെ ഉള്ളിൽ ബോധ്യമുണ്ടാവണം. ജീവിതത്തിൽ ചെറിയ കാലത്ത് തന്നെ നമ്മൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും അതിന്റെ അടുത്തെത്തിയിട്ട് താഴെ പോയ അവസ്ഥകൾ 8 വയസ്സ് വരെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ അത്തരം ചാലഞ്ചസിൻ്റെതായിട്ടുള്ള ഒരു മേക്ക് ഓവർ കൊണ്ട് അത്തരം ഒരു പാരഡൈം സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്താലും അവിടെ എത്തുമ്പോൾ അവസാനം താഴെ പോകും. അപ്പോൾ അത് അതിജീവിക്കണമെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ പെർസിസ്റ്റ് ചെയ്യാൻ പറ്റണം, നമുക്ക് അതിനകത്ത് കൺസിസ്റ്റൻസി ഉണ്ടാവണം, സ്ഥിരമായി നിൽക്കാൻ കഴിയണം അതിനകത്ത്. അത് എന്ത് പ്രശ്നം വന്നാലും ഞാൻ ആ വഴി പോകുന്നുള്ളത് ഉണ്ടാവണം. മാത്രമല്ല നമ്മൾ അതിനകത്തേക്ക് എത്രത്തോളം വിഷ്വലൈസ് ചെയ്യുന്നു, എത്രത്തോളം ഫോക്കസ് ചെയ്യുന്നു, അതിനനുസരിച്ച് നമുക്ക് അതിനകത്തേക്ക് എത്താൻ പറ്റും. നമ്മൾ ഫോക്കസ്ഡ് അല്ല, നമ്മൾ ഡിസ്റ്റോർട്ടഡ് ആണെങ്കിൽ we'll lose the chance. അത് പ്രകൃതിയുടെ തീരുമാനമല്ല, നമ്മുടെ തീരുമാനമാണ്. നമുക്ക് വാസനയും ചോദനയും തന്നിട്ടുള്ളത് പ്രകൃതി നമുക്ക് എന്ത് പണിയാണ് ചെയ്യേണ്ടത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ആ പണിയെ ചെയ്താൽ മതി. പക്ഷെ അത് ചെയ്യാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ, സാഹചര്യം ഒക്കുന്നില്ലെങ്കിൽ, അതിനർത്ഥം നമ്മുടെ ഇന്റേണൽ ഇഷ്യൂസ് ആണ്. ക്ലിയർ ആണോ ദർശൻ? ജീവിതത്തിൽ എന്ത് ഇഷ്യൂ ആണെങ്കിലും ഇതിങ്ങനെയാണല്ലേ? ഏറെക്കുറെ അങ്ങനെ തന്നെയാണ്. മോസ്റ്റ്ലി ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. ജീവിതത്തിലെ ഇഷ്യൂസ് അങ്ങനെ തന്നെയാണ്. അല്ല, അതുപോലെ നമ്മൾ ആഗ്രഹിച്ച് ഇപ്പോ പലരും ആഗ്രഹിച്ചു ഒരുപാട് ഇങ്ങനെ കുഞ്ഞുങ്ങൾ കിട്ടാതെ ഇരിക്കുന്നവര്, ചിലർക്ക് കുഞ്ഞുങ്ങൾ തന്നെ അത് എന്താണ് കണ്ണ് കാണാതെ, ചെവി കേൾക്കാതെ, കൈകാൽ നടക്കാൻ പറ്റാതെ അങ്ങനെ ഒരു കുഞ്ഞിനെ കിട്ടുന്നു. അപ്പൊ അതെങ്ങനെയായിരിക്കും? കുഞ്ഞിനെ കിട്ടാതെ ആകുന്നു എന്നത് തന്നെ അവർക്ക് അവരുടെ ഉള്ളിൽ എവിടെയോ ബ്ലോക്കുകൾ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. പിന്നെ മാത്രമല്ല, ഈ നമ്മൾ നേരത്തെ സ്വാഭാവികതയും അസ്വാഭാവികതയും പറഞ്ഞതുപോലെ തന്നെ പ്രകൃതി ഇതിനെല്ലാം ഭംഗിയായിട്ട് ഉണ്ടാക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. ഇതിന്റെ അകത്ത് മനുഷ്യന്റെ സംസ്കാരം കൊണ്ട് അവൻ ഓരോ സംഭവങ്ങൾ ഉണ്ടാക്കി, സംസ്കാരം എന്ന പേരിൽ അവൻ കഴിക്കുന്ന ഭക്ഷണം, അവൻ കഴിക്കുന്ന അവന്റെ ജീവിതശൈലി, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് അവൻ കറപ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവന്റെ സ്വാഭാവികത എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത്, സ്വാഭാവികമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ അവനും അവന്റെ പരിസരവും അവന്റെ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളതാണ് അവന്റെ സംസ്കാരമായി നിൽക്കേണ്ടത്. അതിനും അപ്പുറത്തേക്ക് അവൻ വെട്ടിപ്പിടിക്കാനും വേറെ കാര്യങ്ങളിലൂടെ കടന്നു പോകാനും ഒക്കെ ഒരുങ്ങുന്ന സമയത്ത് ഇപ്പൊ ഇവിടെ നാച്ചുറലി ജീവിക്കുന്ന എത്ര പേരുണ്ട്? അപ്പോ അവന്റെ അലോട്ടഡ് ആയിട്ടുള്ള ഒരു സ്പേസിനും അപ്പുറത്തേക്ക് പോയി അവൻ ജീവിക്കുമ്പോൾ പ്രകൃതി അവൻ അലോട്ട് ചെയ്തിട്ടുള്ള ഒരു ലിവിങ് കണ്ടീഷൻ ഉണ്ട്. ആ കണ്ടീഷനും അപ്പുറത്തേക്ക് പോയി ജീവിക്കുന്ന സമയത്ത് അവന്റെ ഫിസിയോളജിക്കൽ, ജനറ്റിക്കൽ സ്ട്രക്ചറിലെല്ലാം തന്നെ മാറ്റം വരും. പിന്നെ ഇതിനെല്ലാം അതിജീവിക്കാൻ മനസ്സിന് കഴിയും, മനസ്സും കറപ്റ്റഡ് ആണ്. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ ഈ ടോട്ടലി കറപ്റ്റഡ് ആയിട്ടുള്ള ഫിസിക്, മൈൻഡ്, ലൈഫ് ഇതെല്ലാം കൂടെ ആകുമ്പോൾ അവൻ അപ്പുറത്തേക്ക് പോകാൻ കഴിയാണ്ടാവും. അവൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടും. അതുകൊണ്ടാണ് അവനുണ്ടാവുന്ന കുഞ്ഞുങ്ങൾ, അത് അവന്റെ പാരഡൈമുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അവനുണ്ടാവുന്ന കുഞ്ഞുങ്ങൾ എന്താ പറയാ, ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ട് വരുന്നത്. ദർശൻ, ഉത്തരം കിട്ടിയോ? കിട്ടി. ക്ലിയർ ആണോ? ചോദിക്കാനുണ്ടോ? ക്ലിയർ. നീ ആരെങ്കിലും ചോദിക്കാനുണ്ടോ എന്നാണ് ദർശൻ. എന്ന് വെച്ചാൽ അടുത്ത ചോദ്യം ഉണ്ടല്ലോ. അത് അമ്മയുടെ ചോദ്യമാണ്. അമ്മയ്ക്ക് ചോദ്യചിഹ്നം ഇടാൻ അറിയില്ല, പാവം. പോട്ടെ. പിന്നെ നമ്മൾ എത്ര സത്യസന്ധമായി നമ്മുടെ ജോലികൾ ചെയ്താലും നമ്മുടെ മേലധികാരികൾക്ക് നമ്മളെ പേരിൽ ഒരു തൃപ്തി വരാത്തത് എന്തുകൊണ്ടാണ്? നമ്മൾ ശരിക്കും ചെയ്യുന്നുണ്ട് വർക്കുകൾ, ശരിക്കും റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, പക്ഷെ മേലധികാരികൾക്ക് നമ്മുടെ പേരിൽ ഒരു സംതൃപ്തി ഇല്ല.
നമ്മളത് ചെയ്യുമോ? ശരിയാണോ? അത് ചെയ്ത് കള്ളത്തരാണോ? ഈ സംശയങ്ങൾ അവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുക. അതെന്തുകൊണ്ടാണ്? ഞാൻ ഇപ്പൊ എത്ര നേരം വർക്ക് ചെയ്യും. ഇപ്പൊ ഞാൻ റിപ്പോർട്ട് ഇട്ട് കൊടുത്തപ്പോ ഇത് ഇന്നലെ പോസിറ്റീവ് ആയതല്ലേ, നിങ്ങൾ ഇന്നലെ പോയില്ല. ഞാൻ ഇന്നലെ പോയി, പക്ഷെ അത് റിസൾട്ട് കിട്ടാൻ ഞാൻ എങ്ങനെ പോസിറ്റീവ് എന്ന് പറയും? ഇന്നാണ് റിസൾട്ട് കിട്ടിയത്. ഇപ്പൊ ഞാൻ വന്ന് കയറിയ സമയത്ത് ക്ലാസ്സിന്റെ 15-25 മിനിറ്റ് എനിക്ക് പോയത്. രാവിലെ 11 മണി മുതൽ വർക്ക് ചെയ്തിട്ട് ഞാൻ ഇത്ര നേരം വരെ വർക്ക് ചെയ്ത് സത്യസന്ധമായ റിപ്പോർട്ട് കൊടുത്താലും അവർക്ക് സംശയങ്ങളാണ്. അതിനെന്താ കാരണം? എന്നോട് മാത്രമാണോ അങ്ങനെ, അതോ എല്ലാവരോടും ഉണ്ടാവുന്നുണ്ടോ? അമ്മയോടുള്ളത് അമ്മയോട് മാത്രമേ ഉണ്ടാവുള്ളൂ. അമ്മയോടുള്ളത് അമ്മയോട് മാത്രമേ ഉള്ളൂ. ഇതിനുള്ള സൊല്യൂഷൻ പറയാം. 2 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഈ ഇപ്പൊ എന്നോട് പറഞ്ഞതോടുകൂടി ഈ പ്രശ്നത്തെ വിട്ടേക്കുക. ഇനി ഒരാളോട് പോലും സ്വയം പോലും ഈ പരാതി പറയില്ല എന്ന് തീരുമാനം എടുക്കുക ആദ്യം. 2ാമത്തെ കാര്യം, ഹോപ്പനോപ്പനോ എന്ന് പറയുന്ന നമ്മുടെ ഒരു പ്രാക്ടീസ് ഉണ്ട്. ആ പ്രാക്ടീസിലൂടെ കടന്നു പോവുക. എന്നിട്ട് അമ്മയോട് ഇങ്ങനെ കുറ്റം പറഞ്ഞവരോടും അമ്മയോട് യുദ്ധത്തിന് വന്നവരോടും അമ്മയോടും അമ്മയ്ക്കുണ്ടായ സാഹചര്യത്തോടും ഒക്കെ ക്ഷമ ചോദിക്കുക. അവയോട് നമ്മുടെ ഇഷ്ടം അറിയിക്കുക. അവരോട് മാപ്പ് രേക്കുക. ആ സാഹചര്യങ്ങളോട് മുഴുവൻ ക്ഷമാപണം നടത്തി അതിൽ നിന്നും മാറുക. അതങ്ങ് വിട്ടേക്കുക. കാരണം ഇത് ക്രിയേറ്റ് ചെയ്തത് അമ്മയാണ്, മേലധികാരിയല്ല. മേലധികാരിയെ കൊണ്ട് പണിയെടുപ്പിക്കുന്നത് അമ്മയാണ്. കാരണം പെരുമാറുക. എത്ര ചെയ്താലും ഇവരൊക്കെ എങ്ങനെയാണ് പറയുക? എന്താ നമ്മള് സത്യസന്ധമായി ചെയ്തിട്ട് അങ്ങനെ പറയുമ്പോ നമുക്കത് സഹിക്കാൻ കഴിയുന്നില്ല. മനസ്സിലായില്ല? അതായത് നമ്മള് ഇത്ര സത്യസന്ധമായി ചെയ്തിട്ടും അങ്ങനെ പറയുമ്പോ നമുക്ക് അതിനെ കുറിച്ച് ടെൻഷൻ കയറിയിട്ട് ഉറക്കം പോലും പോവാണ് ചില ദിവസം. അങ്ങനെ അതാണ് പറഞ്ഞത്. നമ്മുടെ മുന്നിലുണ്ടാകുന്ന ഓരോ അനുഭവവും നമ്മുടെ മനസ്സിൽ നിന്നും ഉണ്ടാകുന്നതാണ് എന്ന് ആദ്യം തിരിച്ചറിയണം. നമ്മുടെ മനസ്സിൽ അങ്ങനെ പ്രത്യേകിച്ചും തൊഴിലെടുത്ത് നമുക്കുണ്ടാകുന്ന ആഘാതങ്ങൾ, പ്രത്യേകിച്ചും മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന ആഘാതങ്ങൾ, ആ ചെയ്യുന്ന ആക്ടിവിറ്റിയോടുള്ള അസംതൃപ്തിയും ആ വ്യക്തികൾ അങ്ങനെയാണ് ബിഹേവ് ചെയ്യുക എന്നുള്ള മുൻവിധിയും കൊണ്ടാണ് ഉണ്ടാകുന്നത്. കാരണം അത് മനസ്സിൽ ഭയങ്കര ഉറച്ചു കിടക്കുമ്പോൾ അവരങ്ങനെയേ പെരുമാറുള്ളൂ. അവരെന്ത് തന്നെ പറഞ്ഞോട്ടെ, അവരോടെല്ലാം ക്ഷമിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ, അവർക്കെല്ലാം മാപ്പ് കൊടുക്കാനായാൽ, നാളെ മുതൽ അവര് വേറൊരു രീതിയിൽ പെരുമാറാൻ തുടങ്ങും. ഇതേ ആളുകൾ മാറി ചിന്തിക്കും. ഇതിന്റെ ഉറവിടം അവരല്ല, അമ്മയാണ്. നമ്മൾ എത്ര ഇപ്പൊ ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഞാൻ തുണികളൊക്കെ പുറത്തിട്ട് പോയിട്ട് അപ്പുറത്തെ വീട്ടുകാർ ഞാൻ എടുത്തു വെച്ചോളാം എന്നോട് വാക്ക് പറഞ്ഞു. പക്ഷെ അവരുടെ തുണി മാത്രം എടുത്തു വെച്ചു, എന്റെ എടുത്തു വെച്ചില്ല. പിറ്റേ ദിവസം അവരുടെ നനയുമ്പോ ഞാൻ എല്ലാം അടുക്കി പെറുക്കി അത് എടുത്തു വെക്കുകയും ചെയ്യും. എന്നിട്ട് അവർക്ക് നമ്മളോട് യാതൊരു അതെന്താ വെച്ചാല് അത് ഞാൻ മുമ്പേ പറഞ്ഞ തന്നെ കാര്യം. അമ്മ മറ്റുള്ളവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ഈ ഒരു കാര്യം മാത്രമാണ്. അമ്മയുടെ വിചാരം നടന്നത് ഈ ഒളിമ്പസിനകത്തുള്ള കുറച്ചു പേര് മാത്രമാണ് നല്ല ആളുകള്, ബാക്കി ലോകത്തുള്ളവർ മുഴുവൻ പ്രശ്നക്കാരാണെന്നാണ് അമ്മയുടെ ചിന്ത. ആ ചിന്ത മാറ്റണം. എല്ലാരും നല്ലവരാണ്, എല്ലാരും നല്ലവരാണ്. നമ്മൾ എങ്ങനെയാണോ നമ്മുടെ ഇപ്പൊ നോക്കൂ, ഇന്നത്തെ സംഭവം തന്നെ പറയാം. ഞാൻ ഇന്നലെ പോകുമ്പോ നിർത്തുന്നില്ലല്ലോ. വർഗീസ് ചേട്ടാ ഒന്ന് പറയാമോ? ഞാൻ പറയട്ടെ, വളരെ കഷ്ടപ്പെടുകയായിരുന്നു. ഒരു അമ്മയും മകനും മാത്രമേ ഉള്ളൂ. അവര് വളരെ കഷ്ടപ്പെടുകയായിരുന്നു. 2 ദിവസം ഭക്ഷണം പോലും അവര് വെച്ചില്ല. അപ്പൊ എന്താ ചോദിച്ചപ്പോ ഗ്യാസ് തീർന്നു പറഞ്ഞു. ഞാൻ എന്റെ സിലിണ്ടർ 10 രൂപ പോലും അവരോട് മേടിക്കാതെ ഇത് കൊണ്ടുവച്ചോ, എനിക്കിവിടെ 3 എണ്ണം ഉണ്ട് പറഞ്ഞ് അവരെടുത്തു കൊടുത്തു. അവര് ഇന്നലെ വീട് മാറിപ്പോകുമ്പോ എന്റെ സിലിണ്ടറും കൊണ്ടുപോയി പൈസയും തന്നില്ല. ഞാൻ എന്നെ ചെയ്യാനാ? എവിടെ പോയതെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ ഇന്നുകൂടെ അവരെ അന്വേഷിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് എന്റെ ഡ്യൂട്ടി വൈകി വരുമ്പോ ക്ലാസ് തുടങ്ങിപ്പോയി. കഴിഞ്ഞ ആഴ്ച ഇങ്ങനെ സംഭവിച്ചു, ക്ലാസ്സിൽ കയറാൻ പറ്റിയില്ല. ഇങ്ങനെയൊക്കെ നമ്മൾ ഇത്ര ഉപകാരം ചെയ്തിട്ടും നമുക്ക് ഇങ്ങനെ സംഭവിച്ചത് എന്താ? അതാ പറഞ്ഞത്. അതൊക്കെ കാര്യമുള്ളൂ. അമ്മയുടെ തലയാണ് അതിന്റെ പ്രശ്നം. അമ്മയുടെ തലയുടെ ഷേപ്പ് മാറ്റിയാൽ അമ്മ ഓപ്പനോ പ്രാക്ടീസ് ചെയ്യൂ, നിരന്തരമായി പ്രാക്ടീസ് ചെയ്യൂ, രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും പ്രാക്ടീസ് ചെയ്യൂ. ഇതുവരെ ജീവിതത്തിൽ അമ്മ എന്നെ കണ്ടപ്പം മുതൽ പറഞ്ഞുകൊണ്ടിരുന്ന ഓരോരുത്തരുടെ കഥകളില്ലേ, ഈ കഥകളിലെ ഓരോ കഥാപാത്രങ്ങളെയും മനസ്സിലേക്ക് കൊണ്ടുവന്ന് അവരോട് മുഴുവൻ ക്ഷമാപണം ചെയ്യൂ. അവരുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ ഉണ്ടല്ലോ, ആ കണക്ഷന്റെ കോഡ് അങ്ങ് കട്ട് ചെയ്യൂ. എന്നിട്ട് അവരോടൊക്കെ ക്ഷമിക്കുകയും ഇതെല്ലാം ചെയ്തു കഴിഞ്ഞ് അമ്മ ശാന്ത ലോകത്താണ് ജീവിക്കുന്നത്
എന്ന ബോധ്യത്തിലേക്ക്, ഭാവനയിലേക്ക്, അതിന്റെ തിരിച്ചറിവിലേക്ക് വരൂ. പിന്നെ ലോകത്ത് പ്രശ്നമേ ഉണ്ടാവില്ല. അമ്മയോട് എല്ലാവരും ചിരിച്ചോണ്ടിരിക്കും വർത്താനം പറയാം. എല്ലാരും ശരിക്കും വർത്താനം പറയും, പറ്റിച്ചു പോകും. അതല്ല ഞാൻ പറഞ്ഞത്. അമ്മയെ പറ്റിക്കാൻ ആരും നിൽക്കില്ല. ഇപ്പൊ ഇനി നഷ്ടപ്പെട്ടൊക്കെ കിട്ടും അങ്ങനെ ചെയ്താ? നഷ്ടപ്പെട്ടത് കിട്ടുന്നല്ല, ഇനിയുള്ള ജീവിതത്തിൽ നഷ്ടങ്ങൾ ഇല്ലാതിരിക്കും. നഷ്ടപ്പെട്ടത് തിരിച്ച് കൊണ്ടുവരാൻ നമ്മള് മറ്റേ ഭഗവാന്റെ പണിയല്ലല്ലോ ചെയ്യുന്നത്. പിന്നെ ആരെങ്കിലും ചോദിച്ചാൽ പിന്നെയും കൊടുക്കും, പിന്നെ ഇത് തന്നെ സ്ഥിതി. അമ്മയുടെ മെന്റൽ സ്റ്റേറ്റിലും ആറ്റിറ്റ്യൂഡിലും മാറ്റം വരുത്തിയാൽ ഇത് ശരിയാവും. അത് മാറ്റം വരുത്താൻ റെഡിയാണെങ്കിൽ, കാരണം ഈ പരാതി എപ്പോ കാണുമ്പോഴും ഈ പരാതി പറയുകയും അതിന് സൊല്യൂഷൻ ചോദിക്കുകയും ചെയ്യുന്നതിന് പകരം പരാതി പറയുടെ പരിപാടിയെ നിർത്തൂ. പരാതിയെ പറയില്ല തീരുമാനിച്ചു. എന്നൊന്നുമല്ല പറഞ്ഞത്. ആദ്യം സ്വന്തം അകം ശരിയാക്കുക, ശരിയാക്കിയിട്ട് മറ്റുള്ളവനെ സഹായിക്കാൻ പോയാൽ മതി. അതുവരെ വേറൊരാളെ ഒന്നും ചെയ്യാൻ പോണ്ട. ആദ്യം സ്വയം ഒന്ന് സഹായിക്കാൻ നോക്കൂ, എന്നിട്ട് പിന്നെ ബാക്കിയുള്ളവർ സഹായിച്ചാൽ മതി. ഭയങ്കര വിഷമത്തില് എന്റെ സിലിണ്ടർ പോയല്ലോ. ഒരു വാക്ക് പറയാതെ ഒരു കാര്യം ചെയ്യും അമ്മ. ഞാനിന്ന് ഭയങ്കര വിഷമത്തിലാണ്, എന്റെ സിലിണ്ടർ പോയല്ലോ എന്ന് ഒരു 101 പ്രാവശ്യം എഴുതി വെക്കും. അത് ദിവസം എടുത്ത് വായിക്കും. പിന്നെ ബാക്കി ആ വീട്, പിന്നെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം നാട്ടുകാർ കൊണ്ടുപോയിക്കോളും. ഈ ആറ്റിറ്റ്യൂഡ് മാറ്റൂ, ആ ആറ്റിറ്റ്യൂഡ് വിട്ട് കളയൂ, എന്നാലേ ഇത് ശരിയാവുള്ളൂ. ഭഗവാന് മാളിന് വല്ലതും പറയാനുണ്ടോ? ഓക്കെ, ദർശന്റെ ചോദ്യങ്ങൾ കഴിഞ്ഞോ? ഒരു ചോദ്യം കൂടെ കണ്ടു, അത് ഇപ്പൊ വന്നതാണെന്ന് അറിയില്ല. പറയൂ. ചോദ്യം: പ്രേമം, പ്രണയം, കാമം, സ്നേഹം, പാശം, കരുണ, ഡിഫറൻസ് ആൻഡ് മീനിങ്. ഭഗവാനെ, ചെറിയ ചോദ്യമൊന്നും ചോദിക്കല്ലേ ചെക്കൻ. ചെക്കൻ യുവാവായി തുടങ്ങി. അതിന്റെ എന്തൊക്കെയാണ് വാക്കുകള്? പ്രേമം, ഇംഗ്ലീഷിൽ എഴുതാം. പ്രേമം, പ്രണയം, കാമം, സ്നേഹം, പാശം, കരുണ. ഓക്കെ. പ്രേമം, ഒന്നിനോട് നമുക്ക് താല്പര്യമുണ്ടാകുന്ന അവസ്ഥ. നമുക്ക് ഒന്നിനോട് നമുക്കൊരു താല്പര്യമുണ്ടാകുന്നു, ഒന്നിനോട് നമ്മൾ ഇഷ്ടമുണ്ടാകുന്നു എന്ന് പറയില്ലേ, അതാണ് പ്രേമം എന്ന് പറയുന്നത്. നമുക്ക് ഒന്നിനോട് ഇഷ്ടമുണ്ടാകുന്നു. അത് എന്ത് കാരണമാകും? എന്റെ ഉള്ളിൽ ഒരു നീഡ് വന്നത് കൊണ്ടാകാം, എന്റെ ഉള്ളിലെ നീഡ് സാറ്റിസ്ഫൈ ചെയ്ത എന്തെങ്കിലുമോടുമുള്ള സിമിലാരിറ്റി ആകാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങളാവും. അതാവും പ്രേമം എന്ന് പറയുന്നത്. പ്രണയം എന്ന് പറയുന്നത് എന്റെ കാര്യങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യണമെന്നൊന്നുമില്ല, പക്ഷെ എന്റെ മനസ്സിൽ ഒരു പിക്ചർ ഉണ്ട്. ആ പിക്ചറിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ അതിനോട് ഞാൻ അനുരൂപപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയാണ് പ്രണയം എന്ന് പറയുന്നത്. ഏറ്റവും ഭംഗിയായി അതിനോട് ചേർന്ന് നിൽക്കുന്ന മാനസികാവസ്ഥ, അതാണ് പ്രണയം എന്ന് പറയുന്നത്. അതിനോട് ചേരണമെന്ന് ഞാൻ വിചാരിച്ചാൽ കാമമായി. അതെനിക്ക് വേണം എന്ന രീതിയിൽ, അതിനെ എനിക്ക് വേണം എന്ന രീതിയിൽ വിചാരിച്ചാൽ അത് കാമമായി. അതിനോട് അത് വേണോ വേണ്ടോ എന്നുള്ളതല്ല, അതിനോട് ഇങ്ങനെ ഈ എണ്ണ ഒഴിച്ചതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ട് തട്ടിയും മുട്ടിയും ഒഴുക്കി പോകാൻ, അതിന്റെ മേലെ മുട്ടാതെ, അതിനെ ബുദ്ധിമുട്ടിക്കാതെ തന്നെ നിൽക്കണം എന്ന് തോന്നുമ്പോൾ സ്നേഹമായി. അതിനോട് ചേർന്ന് ഒട്ടി ഇങ്ങനെ പിടിച്ചു വലിച്ചു നിന്ന് കഴിഞ്ഞാൽ അതിന് കെട്ടിയിടലായി, പാശമായി. അത് ചെറുതാണ്, അല്ലെങ്കിൽ അതിന് ദുഃഖങ്ങളൊന്നും ഇല്ലാതിരിക്കണം എന്ന രീതിയിൽ അതിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്ന, അതിന്റെ ദുഃഖത്തെ തിരിച്ചറിഞ്ഞിട്ട് അതിന് അതിദുഃഖങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരു അവസ്ഥ, മാനസികാവസ്ഥയിലേക്ക് എത്തിയാൽ അത് കരുണയായി. ഇതെല്ലാം ഒരേ കാര്യത്തിന്റെ തന്നെ വ്യത്യസ്ത മുഖങ്ങളാണ്, പക്ഷെ എല്ലാം തമ്മിൽ നല്ല ദൂരങ്ങളുണ്ട്. ഇതാണ് എന്റെ ഉത്തരം. ക്ലിയർ ആണോ? ഉത്തരം മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഓക്കെ, സന്തോഷം. അപ്പോ ഹിയർ ആർ നോ മോർ ക്വസ്റ്റ്യൻസ്. അപ്പൊ നമുക്കിന്ന് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കിടപ്പുണ്ടായിരുന്നു, അത് വിട്ടുപോയി. അയ്യോ, എന്നാ അതിലേക്ക് കിടക്കും.
കഴിഞ്ഞ ക്വസ്റ്റിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്നു, കണ്ടില്ല. ഇപ്പോഴാണ് എല്ലാ ചോദ്യങ്ങളും കാണുന്നത്. ഓക്കെ. അതായത് നമ്മള് ഒരു ചൊല്ല് പറയുന്നുണ്ടല്ലോ, തീയിൽ കുരുത്ത് വേറിട്ട് പാടില്ല എന്ന്. അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് സഫറിങ്സ് അല്ലെങ്കിൽ നമ്മള് ഇമോഷണൽ ടർബുലൻസ് നല്ലതാണെന്നുള്ള ഒരു രീതിയിൽ പ്രതിപാദിക്കുന്ന, അതിനെപ്പറ്റി എന്താ പറയുന്നത്? ഇമോഷണൽ ടർബുലൻസ് എന്ന് പറയുന്നത് നമ്മളിൽ ഉണ്ടാകുന്നതിനെ നമ്മൾ എങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ് കാര്യം. നമുക്ക് ഈ ഞാൻ പറഞ്ഞത് ഈ തീയിൽ കുരുത്തത് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ടർബുലൻസ് കൊണ്ട് തിക്താനുഭവങ്ങൾ ഉണ്ടായി വരുന്ന എക്സ്പീരിയൻസ് അത് പിന്നീടുള്ള എല്ലാത്തിനെയും ഇത് ചെയ്യാൻ ആളുടെ പവർഫുൾ ആക്കും എന്നുള്ള, പവർഫുൾ ആക്കും, പ്രാപ്തി നൽകും. അത് നമ്മൾ അതിനെ എങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ് കാര്യം. ഇപ്പൊ തീയിൽ കുരുത്തു, ഞാനൊന്ന് വാടി, അയ്യോ വാടലാണ് എന്റെ യോഗം എന്നൊരാൾ വിചാരിക്കുകയാണ്. എപ്പോഴൊക്കെ ഈ തീ വരുന്നു അപ്പോഴെല്ലാം വാടി വാടി നിൽക്കും. തീയിൽ നിന്ന് കുരുക്കാൻ ഒരുങ്ങി, കുരുന്നു പൊട്ടി അങ്ങനെ കുരുത്തു വന്നു. അങ്ങനെ ഒരു അനുഭവം ഉള്ളപ്പോ ഞാൻ അവിടെ കുരുത്തതാണ്, അതുകൊണ്ട് എനിക്ക് ഇതിനെ അതിജീവിക്കാൻ പറ്റും എന്നുള്ള ആറ്റിറ്റ്യൂഡിലാണ് നിൽക്കുന്നതെങ്കിൽ അയാൾക്ക് വളർന്നു പോകാൻ പറ്റും. അപ്പൊ തീയിൽ കുരുത്ത എല്ലാം ഒന്നും മറ്റേ വെയിലത്ത് വാടാതിരിക്കൊന്നുമില്ല. ഓരോ തീ കാണുമ്പോഴും ഓരോ ചൂടായ സംഭവങ്ങൾ കാണുമ്പോഴും ഇതെനിക്ക് വാടാനുള്ള അവസ്ഥയാണ് തരുന്നത് എന്ന് വിചാരിക്കുന്ന ഒരാൾ അതിനനുസരിച്ച് പോകുള്ളൂ. അപ്പൊ ആറ്റിറ്റ്യൂഡാണ് കാര്യം, പെർസെപ്ഷൻ ആണ് കാര്യം. അല്ലാതെ അത് ഒരു പഴഞ്ചൊല്ല് ശരിയാണ്, നമ്മൾ കുറെ കാര്യങ്ങളെ അതിജീവിച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പുതിയ കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ മെച്ചപ്പെടാനുള്ള ഒരു വഴി അവിടെ ഉണ്ട് എന്നുള്ളത് ശരിയാണ്. അതിനുമപ്പുറത്തേക്ക് എല്ലാവരിലും ഇത് ബാധകമാകാതെ വരുന്നതെന്ന് വെച്ചാൽ സാധാരണ സാമൂഹിക ജീവിതത്തിൽ പലരെ സംബന്ധിച്ചിടത്തോളം പല ആഘാതങ്ങളും അവരുടെ ജീവിതത്തെ തളർത്താനുള്ള വഴിയായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അത് പ്രത്യേകിച്ചും അവരുടെ പാരഡൈം സെറ്റ് ആകുന്നതിന് മുമ്പുള്ള കാലത്തുള്ളതാണെങ്കിൽ അത് അവരുടെ ജീവിതത്തെ ആവർത്തിച്ച് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു അവസ്ഥ, അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അതിനകത്ത്. ഒരു ഇമോഷണൽ എന്താ റെസണൻസ് എന്ന് വേണമെങ്കിൽ പറയാം. എന്താണ് റിപ്പീറ്റേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് വ്യക്തിയുടെ താളത്തിന് വ്യക്തിക്ക് അനുസരിച്ചാണ്. താളമുള്ള ആളുകളാണെങ്കിൽ അവർക്ക് റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കും. ലോജിക്കലായിട്ടുള്ള ആളുകൾ ഈ സാധനം വിട്ടങ്ങ് പോകും. റിഥമിക് ആയിട്ടുള്ള ആളുകൾക്ക് ഈ സാധനം റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടേയിരിക്കും. അവൻ അതിജീവിക്കുകയല്ല ചെയ്യുക, അവൻ അതിനകത്ത് പെട്ടുപോവാണ് ചെയ്യുക. ആ ഇമോഷന്റെ ഡിറക്ഷൻ എങ്ങനെയാണെന്നുള്ള ബെൻഡ് ചെയ്ത് നിൽക്കുന്നതാണെങ്കിൽ തിരിഞ്ഞ് വട്ടം ചുറ്റി വരികയുള്ളൂ. അത് നേരെയാണെങ്കിൽ നേരെ പോകും, അവൻ ആ ലോകം വിട്ടുപോകും. അതാണ് എന്റെ ഉത്തരം വർഗീസിട്ട്. അപ്പൊ തിക്താനുഭവങ്ങൾ ഉള്ളവർക്ക് ശരിക്കും അഡോപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ഇത് വരുന്നില്ലേ? അല്ലാത്തവർക്ക് നേരെ ഉള്ള ഒരു അനുഭവത്തിൽ കൂടെ വന്നുകൊണ്ടിരിക്കുന്നവർക്ക് ഇതുപോലുള്ള സിറ്റുവേഷൻ വരുന്നുണ്ട്, ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ വരുന്നു എന്നുള്ള ഒരു മീനിങ് അതിന്റെ അകത്ത് വരുന്നുണ്ട്. ഏട്ടനെ ഒന്നുകൂടെ ചോദിക്കാമോ? എനിക്ക് അതിനിടയിൽ ഭയങ്കരമായിട്ട് അതായത് ഇമോഷണൽ ടെർബുലൻസിൽ കൂടെ അല്ലെ തിക്താനുഭവങ്ങളിൽ കൂടെ സ്ട്രോങ് ആയിട്ട് വരുന്ന ആൾക്കാർക്ക് എല്ലാം ഹാൻഡിൽ ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പത്തിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നു. അപ്പൊ അല്ലാത്ത ആൾക്കാർക്ക് അത് പറ്റുന്നില്ലല്ലോ എന്നുള്ളതെന്ന് പറയുമ്പോൾ ഇതുപോലുള്ള അനുഭവങ്ങളിൽ കൂടെ തന്നെ കയറി പോണം എന്നുള്ളതാണ് ആ ഒരു ശരിയായിട്ടുള്ള വഴി എന്നുള്ള വരുന്നില്ല. അതെ, ഏത് മസിലും സ്ട്രെങ്തൻ ചെയ്യാൻ അതിന്റെ പ്രൈമറി എക്സസൈസിലൂടെ കടന്നു പോകണം. ഏതൊരു മസിൽ എക്സ്പാൻഡ് ചെയ്യണമെങ്കിലും അത് വേണ്ടി വരും. അപ്പൊ മെന്റൽ മസിൽസ് എക്സ്പാൻഡ് ചെയ്യാൻ അത്തരം ഇമോഷണൽ എക്സസൈസിൽ കൂടെ കടന്നു പോകണം. പക്ഷെ അത് എല്ലാവരിലും അതിന്റെ റിസൾട്ട് അത് തന്നെ ആയിരിക്കണം എന്ന് പറയാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഇമോഷണൽ ആയിട്ടുള്ള റിഥമിക് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇമോഷണൽ ഇമോഷണൽ ഒരു തട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനകത്ത് കടന്ന് കുരുങ്ങാനാണ് അവർ ശ്രമിക്കാന്നല്ല, അതങ്ങനെയാണ് അവരുടെ സ്ട്രക്ചർ. അതുകൊണ്ടാണ് അവർ വെളിയിൽ വരാത്തത്. ലോജിക്കൽ ആയിട്ടുള്ള ആളുകൾ കയറി പോവുകയും ചെയ്യും. അവരെ സംബന്ധിച്ചിടത്തോളം ഇമോഷണൽ ഇമ്പാക്ട് വന്നു കഴിഞ്ഞാലും ഇമോഷണലി അയാൾ ട്രെയിൻഡ് ആയാലും എക്സസൈസ് കിട്ടിയാലും കാര്യം ഉണ്ടാവില്ല. അയാള് വേറെ വഴിക്ക് പോകും. നീ വിടമാട്ടെ ദർശൻ.
ചോദിച്ചു കഴിഞ്ഞോ? കഴിഞ്ഞില്ല, ഞാൻ വിട മാട്ടേൻ. ശരി, പറ. ഞാൻ എന്ന അവസ്ഥ ഇല്ലാതെയാകുമ്പോഴാണ് ധ്യാനം സംഭവിക്കുക എന്ന് പറഞ്ഞിരുന്നു. അപ്പോ ആ ഞാൻ എന്ന അവസ്ഥ എങ്ങനെയായിരിക്കും? അതായത് അത് ഇല്ലാതെയാകുന്ന ആ അവസ്ഥ, അതിനെ സൂചനയിട്ട് കൊടുക്കാൻ പറ്റുമോ? അല്ലാതെ അനുഭവിച്ചാൽ തന്നെ അറിയാൻ പറ്റുമോ? അല്ല അതൊരു ഈഗോ ആണോ? ഓക്കെ, ഞാനെന്നുള്ളൊരു അവസ്ഥ ഇല്ലാതാകുന്നതാണ് ധ്യാനം എന്ന് ഞാൻ എവിടെ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടില്ല ധ്യാനം അല്ല, ഞാൻ എന്നുള്ള അവസ്ഥയെ അതിൽ നിന്നും മാറി നിൽക്കാനാകുമ്പോൾ ധ്യാനം സംഭവിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഈ ഞാൻ എന്നുള്ള അവസ്ഥയെ മാറ്റാൻ, അഹത്തിനെ നമുക്ക് ഇല്ലാണ്ടാക്കാൻ പറ്റില്ല. അഹത്തിന്റെ വേലി വലുതാക്കുക എന്നാണ് നമ്മൾ പറയുക. അഹത്തിന്റെ വേലി വലുതാക്കുക വെച്ചാൽ അഹത്തിന്റെ അതിനകത്തൂടെ കടക്കാനുള്ള മറ്റേ ട്രാൻസ്പെറൻസി കുറയ്ക്കുക എന്നുള്ളതല്ല, അഹത്തെ ട്രാൻസ്പെറന്റ് ആക്കുക, അഹത്തെ എക്സ്പാൻഡ് ചെയ്യുക. അഹത്തെ എക്സ്പാൻഡ് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ അതിന് സാധാരണ പറയുന്ന ഒരു ഉദാഹരണം, ഇപ്പൊ ഞാൻ എന്നുള്ള ഭാവത്തിൽ ഞാൻ ഇങ്ങനെ നടക്കുമ്പോൾ എന്റെ ഈ മുറിക്കകത്ത് നിന്ന് ഇങ്ങനെ അതിന്റെ സ്റ്റെപ്പിന്റെ അകത്തൂടെ കയറി ഇറങ്ങാൻ പറ്റും. എന്റെ കാറും കൊണ്ട് എനിക്ക് ഇതിനകത്തൂടെ കയറാൻ പറ്റില്ല. എന്റെ കാറ് കയറി ഇരിക്കുന്നതോടുകൂടി എന്റെ ശരീരത്തിന്റെ വലിപ്പം അങ്ങ് എക്സ്പാൻഡ് ചെയ്തിട്ട് ആ 4, 4.5, 5 അടി വലിപ്പത്തിലേക്ക് അങ്ങ് മാറുകയാണ് ചെയ്യുന്നത്. ആ 5 അടി വലിപ്പത്തിലേക്കുള്ള ഒരു ശരീരമായിട്ട് മാറുന്നതായിട്ട് എന്റെ മനസ്സിലാണ് അസംപ്ഷൻ ഉണ്ടാക്കുന്നത്. ഞാനൊരു വ്യക്തിയായിട്ട് എന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കുമ്പോൾ എനിക്ക് കുഴപ്പമില്ല. ഞാനതൊരു കുടുംബസ്ഥനാണെന്ന് വിചാരിക്കുമ്പോൾ എന്റെ അഹം എക്സ്പാൻഡഡ് ആയി. ഇതുപോലെ നമ്മൾ അഹത്തെ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത്, അഹത്തെ എക്സ്പാൻഡഡ് ആയി നിൽക്കുന്ന സമയത്ത് നമ്മള് എന്താ പറയാ, കുറച്ചുകൂടെ ഇക്കോളജിക്കലി കണക്റ്റഡ് ആയി നിൽക്കുന്ന ഒരു അവസ്ഥ വന്നു. ഇതേ അവസ്ഥയിൽ നമ്മൾ മെറ്റീരിയൽസിനെ എല്ലാം അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഒരുപാട് മെറ്റീരിയൽസും ഒരുപാട് ഡീഡുകൾ നമ്മൾ അതിനകത്ത് വരുന്നുണ്ട്. ഇവയെല്ലാം ഇറലവന്റ് ആയി തീരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അത് ധ്യാനമായി തീരും. അതായത് ഞാൻ എന്നുള്ള ഓർമ്മ, ഞാൻ എന്നുള്ളതിനെ കുറിച്ചുള്ള കൺസേൺ, എന്റെ റെസ്പോൺസിബിലിറ്റിയെ കുറിച്ചുള്ള കൺസേൺ, എന്റെ ഫംഗ്ഷനെ കുറിച്ചുള്ള കൺസേൺ, ഈ കൺസേണുകൾ എല്ലാം ഒഴിവായി നിൽക്കുമ്പോൾ ഞാനുണ്ട് അവിടെ. ഈ ഒഴിവായി നിൽക്കുക എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു കുഞ്ഞിനെ കാണുന്നു, ആ കുഞ്ഞിനോടുള്ള വാത്സല്യത്തിലേക്ക് ഞാൻ ഇടപെടുന്ന സമയത്ത് എന്റെ റെസ്പോൺസിബിലിറ്റീസ് ഞാൻ മറക്കുന്നു, എന്റെ പൊസിഷൻ ഞാൻ മറക്കുന്നു, എന്റെ സൈസ് ഞാൻ മറക്കുന്നു. ഇതെല്ലാം മറന്ന് ഞാൻ മറ്റൊന്നിൽ ഫോക്കസ്ഡ് ആവുന്ന സമയത്ത് ധ്യാനം സംഭവിക്കും. ക്ലിയർ ആണോ? ക്ലിയർ ആയി. ഓക്കെ, അടുത്തത് സജിയുടെ ഒരു ചോദ്യമാണ്. അടുത്ത് സന്തോഷേട്ടാ, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ കോഴ്സുകളൊക്കെ എന്തൊക്കെയാണ് സന്തോഷേട്ടാ? ഇപ്പൊ എന്തോ ശുദ്ധീകരണത്തിന്റെ ഒരു കോഴ്സ് നാളെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യണ്ടെന്ന് കേട്ടു. പക്ഷെ അത് മാറ്റിവെക്കുന്നു എന്ന് പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. അതിൽ 2 പേരാണ് ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞത്. ഈ 2 പേർക്ക് വേണ്ടിയിട്ട് നമ്മൾ 4-5 പേര് ഒരു 10 ദിവസത്തോളം വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഒരു tedious പ്രോസസ്സാണ്. അപ്പോ ആ 2 പേര്, അതിൽ ഒരാളിപ്പോ നമ്മുടെ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അയാൾക്ക് പിന്നെ ഇനിയിപ്പോ ഇതിൽ പങ്കെടുത്തില്ലെങ്കിലും ആ വഴി അയാളെ കയറി പൊക്കോളും. പിന്നെ നമ്മളിപ്പോ ഓൺലൈനായിട്ട് നമ്മുടെ മറ്റേ അങ്ങനെ എന്തോ ഒരു പ്രോഗ്രാം നമ്മള് മിക്കവാറും മാസങ്ങളിൽ വെക്കാറില്ലേ, അങ്ങനെ ഒരു പ്രോഗ്രാം? അത് കഴിഞ്ഞ ഞായറാഴ്ച കഴിഞ്ഞു. അത് എല്ലാ മാസവും സെക്കൻഡ് സാറ്റർഡേ ഇതിൽ പങ്കെടുത്തിരുന്ന സിറാജൊക്കെ അതിൽ വന്നതാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, അന്ന് നമ്മൾ സംസാരിച്ചതാണ്. അപ്പൊ അതില് ഇങ്ങനെ കാണിച്ചു തന്നിരുന്നു. അതെ, നമുക്ക് അതെ പ്രോഗ്രാമുകളെല്ലാം റെഗുലർ ആയിട്ട് അതിന്റെ സമയത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഈ ട്രെയിനിങ് പ്രോഗ്രാം ഒക്കെ പറയുന്നത് ഈ ഒരു 10-20 പേരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടി ഫണ്ട് റൈസിങ്ങിന് വേണ്ടി ചെയ്യുന്നതാണല്ലോ. 20 പേർക്ക് വേണ്ടിയൊക്കെ വർക്ക് ചെയ്യുന്നതൊക്കെ ന്യായമാണ്. ഈ 2 പേർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും പേര്, ഒരു ടീം തന്നെ അതിന്റെ പുറകെ വർക്ക് ചെയ്യണം. നമ്മള് ഹ്യൂജ് ആയിട്ടുള്ള ഒരു എനർജി എക്സ്പെൻഡിച്ചർ ഉണ്ട് അവിടെ. അപ്പോ അതുകൊണ്ട് അത് തൽക്കാലത്തേക്ക് വേണ്ടെന്ന് വെച്ചു. മാത്രമല്ല, നമ്മളിപ്പോ നമ്മുടെ ഇക്കോണമി എന്നുള്ള നമ്മുടെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉണ്ടായി വരുന്നുണ്ട്. അത് റെഡിയായി കഴിയുമ്പോൾ അതിനകത്ത് ഈ കോഴ്സുകളെല്ലാം ആളുകൾക്ക് നേരിട്ട് കയറി ചെയ്യാൻ പറ്റും.
ഒറ്റയ്ക്ക് ചെയ്യാം. ഓരോരുത്തർക്ക് അവരവരുടെ സൗകര്യത്തിന് ചെയ്യാൻ പറ്റും. അപ്പൊ ചെയ്യാനുള്ളവർ അപ്പൊ ചെയ്യട്ടെ. നല്ലൊരു ഐഡിയ. അതല്ലാതെ നമ്മൾ ഓരോരുത്തർക്കും വേണ്ടി നമ്മൾ ഇങ്ങനെ സമയം ഭയങ്കരമായിട്ട് ചെലവാക്കുന്നത് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതെ അതെ, ഇത് ഈ സംഭവം നല്ലതാണ്. കാരണം വെബ്സൈറ്റിൽ ഓൾറെഡി കണ്ടന്റ് ഉണ്ടെങ്കിൽ ഓരോ ദിവസം ഓരോ ടോപ്പിക് ആക്സസ് ചെയ്ത് സ്വയം ചെയ്ത് പോകാവുന്ന രീതിയിലാണെങ്കിൽ ആൾക്കാർക്കും കൺവീനിയന്റ് ആയിരിക്കും. അത് ഇഷ്ടമുള്ള സമയത്ത് കയറി 1 മണിക്കൂർ കയറി ഇങ്ങനെ ചെയ്താൽ മതിയല്ലോ. അതെ അതെ, അങ്ങനെയാണ് ഇപ്പോ നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വെറും വെബ്സൈറ്റ് ആയിട്ടല്ല, ആപ്പായിട്ട് കിട്ടുന്ന പോലെ അങ്ങനെ ഒരു രീതിയാണ്. ആളുകൾക്ക് രജിസ്റ്റർ ചെയ്ത കോഴ്സിന്റെ മൊഡ്യൂൾസ് ഒക്കെ ആയിട്ട് ഓരോ ദിവസം കഴിയുമ്പോൾ അതിന്റെ ക്വസ്റ്റ്യനെയർ അങ്ങനെ പോകുന്നതാണ്. അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ആളുകൾക്ക് ചെയ്യാൻ പറ്റും. അത് ഉടനെ റെഡിയാവും, അറിയിക്കാം. അതെ അതെ, ഈ രാജ്യങ്ങളുടെ ഓരോരോ രാജ്യങ്ങളുടെ ഇപ്പൊ അമേരിക്ക തന്നെ ഇപ്പൊ 2-3 പ്രാവശ്യം അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ട് എന്തൊക്കെയാ പ്രശ്നം ഉണ്ടായി. അപ്പൊ അതിന്റെ കുറച്ച് പ്രശ്നങ്ങൾ ഇന്ത്യയിലും ഉണ്ടായി, ഓഹരി വിപണിയിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായി. രാജ്യങ്ങൾ മൊത്തം ഒരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണോ എന്നുള്ളൊരു ആശങ്കയുണ്ട് പല സ്ഥലത്തും. അപ്പൊ പല ആളുകൾക്കും വല്ലാത്തൊരു ആശങ്കയുണ്ട്, ഇനിയിപ്പോ എന്താ സംഭവിക്കുക. വൻകിട ബിസിനസ്സുകാർക്കാണ് ആശങ്ക കൂടുതൽ. പക്ഷെ അവരുടെ ബിസിനസ്സിന് എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ അത് ചെറുകിട ബിസിനസ്സിനെയും പിന്നെ തൊഴിലാളികളെയും അങ്ങനെ രാജ്യത്തിന് മൊത്തം ബാധിക്കാൻ സാധ്യതയുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഒരു ആശങ്കയാണ് ഇപ്പൊ പൊതുവെ ആളുകളെല്ലാവരും. പക്ഷെ കേരളത്തിൽ വലിയ പ്രശ്നമല്ല, ആളുകൾ ജോലിക്ക് പോകുന്നുണ്ട്, ശമ്പളം കിട്ടുന്നുണ്ട്. പക്ഷെ എങ്കിലും ആളുകൾക്ക് ചെറിയൊരു ആശങ്കയുണ്ട്. അതിന്റെ കൂടെ ഇപ്പൊ പുറത്തു വരുന്ന വാർത്തകൾ വീണ്ടും കേരളത്തിൽ കോവിഡ് പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിൽ കൂടി വരികയാണെന്നൊരു വാർത്തയും കൂടി ഉണ്ട്. ഇപ്പൊ വീണ്ടും ചെറിയൊരു ആശങ്കയിലാണ് പൊതുവെ ആളുകള്. അതെ, അത് ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഇവര് പൂട്ടാൻ വേണ്ടി ചെയ്യുന്ന പല സ്റ്റെപ്പുകളിൽ കുറച്ച് സ്റ്റെപ്പുകളെ കഴിഞ്ഞിട്ടുള്ളൂ, ബാക്കിയുള്ള സ്റ്റെപ്പുകൾ വരാനിരിക്കുന്നു. ഉറപ്പായിട്ടും വരും. അത് നേരിടുക, അതിനു മുമ്പ് സ്വാശ്രയത്വത്തിലേക്ക് പോവുക എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ആളുകൾ അതിനകത്ത് പെട്ട് ചാടി ഇനി തല പൊക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോഴേ സൊല്യൂഷൻ നോക്കുള്ളൂ. അതുവരെ സൊല്യൂഷൻ നോക്കില്ല. അതാണ് പ്രശ്നം. അപ്പൊ നമ്മളിപ്പോ ഇവിടെ ഇതിന് സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. കൂട്ടമായിട്ട് ചെയ്യാനുള്ളതായതുകൊണ്ട് കൂട്ടമായിട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പതുക്കെ ആകാൻ പറ്റുന്നുള്ളൂ. അപ്പോഴൊന്നും ആളുകൾ കേൾക്കൂല. യഥാർത്ഥ ഇഷ്യൂലേക്ക് ചെന്ന് ചാടി കഴിയുമ്പോൾ എല്ലാവരും വന്ന് ചോദിക്കും എന്ത് ചെയ്യണം. അപ്പൊ നമുക്ക് ഒരു തരത്തിൽ സഹായിക്കാനും പറ്റില്ല. അതാണ് ഇതിനൊരു കോൺഫ്ലിക്റ്റ് വരുന്നതേ. എന്താണെങ്കിലും അവരുടെ അജണ്ട കൃത്യമായിട്ട് നടത്തും. അത് ആ ബിഗ് ബബിൾ പൊട്ടുക എന്നുള്ള പരിപാടി 2017 2018 സംഭവിച്ചു കഴിഞ്ഞു. അതിന്റെ ബാക്കി പത്രമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഇത് മുഴുവൻ തിരിച്ചു മറിച്ച് മുഴുവൻ അവരുടെ കയ്യിലേക്ക് എത്തിക്കുന്നത് വരെയുള്ള ഒരു പരിപാടിയിലേക്ക് ഇത് ചെന്നെത്തും. അതെ, ഞാൻ മാതൃഭൂമി ദിനപത്രത്തിലെ ഇലുമിനാറ്റിനെ കുറിച്ചുള്ള ഒരു ലേഖന പരമ്പരയുടെ ആദ്യ ഭാഗം വായിച്ചിരുന്നു. എനിക്ക് പിന്നീട് 2-3 ദിവസം മാതൃഭൂമി പത്രം വായിക്കാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പൊ അതൊന്ന് പഴയ പത്രം കിട്ടുമെങ്കിൽ അതൊന്ന് ഫുള്ള് ഒന്ന് വായിച്ചു നോക്കണം എന്നുണ്ട് എനിക്ക്. അത് ഇന്റർനെറ്റിലൊന്ന് നോക്കി നോക്കാം. ഏത് ദിവസമാണ്? ഞാനൊരു 3-4 ദിവസം മുന്നാണ് കണ്ടത് ഇലുമിനാറ്റിനെ കുറിച്ചിട്ടുള്ള ആദ്യത്തെ ഒരു പരമ്പരയുടെ ആദ്യ ഭാഗം. ഇലുമിനാറ്റി എന്നുള്ള പേര് പറഞ്ഞിട്ട് തന്നെയാണോ? അതെ അതെ അതെ, ഞാനത് കിട്ടുകയാണെന്ന് ചെയ്യാം. എന്റെ ലിങ്ക് കിട്ടുകയാണെങ്കിൽ സന്തോഷമായിട്ട് ഞാൻ അയച്ചു തരാം. ആയിക്കോട്ടെ. ഓക്കെ, ഇത്രയുമാണ് ഇന്നത്തെ കാര്യങ്ങൾ. അപ്പൊ നമുക്ക് മറ്റ് ചോദ്യങ്ങൾ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. മാത്രമല്ല 8:30 അപ്പോ ഇന്ന് വന്നു ചേർന്ന എല്ലാവർക്കും സന്തോഷം അറിയിക്കുന്നു. ചോദ്യങ്ങളെല്ലാം ഭംഗിയായിരുന്നു. ചോദ്യങ്ങൾ ചോദിക്കാതെയും ഷിനേഷും സതീഷും ഒക്കെ കൂടെ ഉണ്ടായിരുന്നു. എന്താണെങ്കിലും എല്ലാവരും വന്നതിലും കേട്ടതിലും ഇരുന്നതിലും സംസാരിച്ചതിലും ഒക്കെ നന്ദി. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. ശുഭരാത്രി. എല്ലാവർക്കും നന്ദി, നമസ്കാരം.